1 പത്രോസ് 1:21 പ്രകാരം നാം ദൈവഭവനത്തിൽ ജനിക്കപ്പെടുന്നു. വചനമാകുന്ന വിത്ത് നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നാം ദൈവഭവനത്തിൽ ജനിക്കപ്പെടുവാനിടയാകുന്നു. അങ്ങനെ ജനിക്കപ്പെട്ടവർ ദൈവത്തിൻ്റെ മക്കളാകും. എന്നാൽ ആ വാക്യം ശരിയായിട്ട് മനസ്സിലാകാൻ ഇന്ന് പകൽ കുറച്ച് സമയം സംസാരിച്ചു. റോമർ 8:15 മുതൽ 18 വരെ ഒന്നുകൂടെ വായിച്ചാൽ. റോമർ 8:15 മുതൽ 18. റോമി 8 का 15 से 18 तक. റോമൻസ് 8:15-18. റോമാലേഖനം 8:15 മുതൽ 18 വരെ. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. നാം ദൈവത്തിൻ്റെ മക്കളെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയുന്നു. നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടമനുഭവിച്ചാൽ അത്രേ. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, കൂട്ടിക്കൊണ്ട് നിൻ്റെ ദാസന്മാർക്കായും ദാസിമാർക്കായും സഹോദരി സഹോദരന്മാർക്കായും സ്തോത്രം ചെയ്യും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, നീയാണ് ഞങ്ങളുടെ അധ്യാപകൻ. നീ ഞങ്ങളെ പഠിപ്പിക്കണമേ. വചനം ശരിയായി ഗ്രഹിപ്പാൻ എല്ലാവർക്കും കൃപ നൽകണമേ. ആരുടെയെങ്കിലും ഹൃദയത്തെ ഈ ലോകത്തിൻ്റെ ദൈവം കുരുടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കർത്താവെ, അവരുടെ ഹൃദയങ്ങളെ സ്വാതന്ത്ര്യപ്പെടുത്തണമേ. അവർ നിൻ്റെ വചനം ഗ്രഹിപ്പാനിടയാക്കട്ടെ. യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ഈ വചനം രാവിലെ കുറച്ച് സംസാരിച്ചു. അതിൽ 2 കാര്യമാണ്. ദാസത്വത്തിൻ്റെ ആത്മാവ്. ഇനി ഭയപ്പെടാൻ നിങ്ങൾ ദാസത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, പുത്രത്വത്തിൻ്റെ ആത്മാവിനെ, അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ പുത്രത്വത്തിൻ്റെ ആത്മാവിനെയാണ് പ്രാപിച്ചത്. അപ്പോൾ ഇത് നമ്മൾ കേരളത്തിലുള്ളവർക്ക് മനസ്സിലാകാൻ, ദാസത്വത്തിൻ്റെ ആത്മാവ് പുത്രത്തിൻ്റെ ആത്മാവിൻ്റെ വ്യത്യാസം മനസ്സിലാകാൻ അല്പം പ്രയാസമുള്ളതുകൊണ്ട് പുറപ്പാട് പുസ്തകം 21 അധ്യായം 2 മുതൽ 5 വരെ വായിച്ചാട്ട്. ബുക്ക് ഓഫ് എക്സോഡസ് ചാപ്റ്റർ 21 വേഴ്സ് 2-5. പുറപ്പാട് പുസ്തകം 21 2 മുതൽ 5 വരെ. ഒരു എബ്രായ ദാസനെ വിലയ്ക്ക് വാങ്ങിയാൽ 6 സംവത്സരം സേവിച്ചിട്ട് 7-ാം സംവത്സരത്തിൽ അവൻ ഒന്നും കൊടുക്കാതെ സ്വതന്ത്രനായി പോയിക്കൊള്ളട്ടെ. ഏകനായി വന്നുവെങ്കിൽ ഏകനായി പോകട്ടെ. അവന് ഭാര്യ ഉണ്ടായിരുന്നു എങ്കിൽ ഭാര്യയും അവനോടുകൂടെ പോകട്ടെ. അവൻ്റെ യജമാനൻ അവന് ഭാര്യയെ കൊടുക്കുകയും അവൾ അവന് പുത്രന്മാരെയോ പുത്രിമാരെയോ പ്രസവിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഭാര്യയും മക്കളും യജമാനന് ഇരിക്കണം. അവൻ ഏകനായി പോകണം. എന്നാൽ ദാസൻ, ഞാൻ എൻ്റെ യജമാനെയും എൻ്റെ ഭാര്യയെയും മക്കളെയും സ്നേഹിക്കുന്നു, ഞാൻ സ്വതന്ത്രനായി പോകയില്ല എന്ന് തീർത്തു പറഞ്ഞാൽ യജമാനൻ അവനെ ദൈവസന്നിധിയിൽ കൂട്ടിക്കൊണ്ട് ചെന്ന് കതകിൻ്റെയോ കട്ടളക്കാലിൻ്റെയോ അടുക്കൽ നിർത്തിയിട്ട് സൂചി കൊണ്ട് അവൻ്റെ കാത് കുത്തി തുളയ്ക്കണം. പിന്നെ അവൻ എന്നേക്കും അവന് ദാസനായിരിക്കണം. ഒരുത്തൻ തൻ്റെ പുത്രി മതി. ഇവിടെ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ദൈവം കൊടുത്ത നിയമം, അന്ന് അടിമക്കച്ചവടം ധാരാളം ഉണ്ടായിരുന്ന കാലമാണ്. അനേകരുടെ ഭവനങ്ങളിൽ അടിമകളായി ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു യജമാനന് ഒരടിമയെ വാങ്ങിക്കൊണ്ടുവന്നു. അവന് വേറൊരു അടിമ സ്ത്രീയെ അവനുമായിട്ട് കൊണ്ടുവന്നു. അവർ രണ്ടുപേരും വിവാഹം കഴിപ്പിച്ചു. അവർക്ക് മക്കളുണ്ടായാൽ ആ അടിമത്വത്തിൽ നിന്ന മക്കളാണ്. ആ മക്കൾക്ക് ആ യജമാനൻ്റെ മക്കളുടെ അത്രയും അവകാശമില്ല. അതുകൊണ്ട് യജമാനൻ്റെ സ്വന്തം മക്കൾ അബ്ബാ പിതാ ഹേ മാ അങ്ങനെ വിളിക്കാറുണ്ട്. അടിമത്തത്തിലുള്ളവർ അബ്ബാ പിതാ എന്ന് വിളിച്ചാൽ ഉടനെ അവരെ കൊന്നുകളയും. അതിൻ്റെ അർത്ഥം അബ്ബാ പിതാ ഹേമ മാ എന്ന് വിളിച്ചാൽ അവരുടെ വസ്തുക്കൾക്കെല്ലാം അവകാശമുണ്ട്. അപ്പോൾ അങ്ങനെ അടിമകളിൽ നിന്ന് വന്ന മക്കൾ ആ യജമാനൻ്റെ മക്കളാണെങ്കിലും അവർ ദാസത്വത്തിൻ്റെ മക്കളാണ്. ആ യജമാനനിൽ നിന്ന് ജനിച്ച മക്കളല്ല. ആ കാര്യം എടുത്തിട്ടാണ് ഇവിടെ പറയുന്നത്, നിങ്ങൾ ദാസത്വത്തിൻ്റെ ആത്മാവിനെ അല്ല പുത്രത്വത്തിൻ്റെ ആത്മാവിനെയാണ് പ്രാപിച്ചിരിക്കുന്നത്. അപ്പോൾ ദൈവസന്നിധിയിൽ കടന്നു വരുന്ന ഓരോരുത്തരും വാസ്തവമായി വചനമാകുന്ന വിത്തിനാൽ അവരിൽ ജനനമുണ്ടായെങ്കിൽ അവർ പുത്രന്മാരാണ്. അവർ
ദാസത്വത്തിൻ്റെ ആത്മാക്കളല്ല. ഇന്ന് സഭകളിൽ രണ്ട് വിധത്തിലുള്ളതായ പുത്രന്മാരുണ്ട്. ഒന്ന്, പുത്രത്വത്തിൻ്റെ ആത്മാവോടുകൂടെ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടർ, ദാസത്വത്തിൻ്റെ ആത്മാവോട്. രണ്ടാത്മാവ്, പുത്രത്വത്തിൻ്റെ ആത്മാവ്, ദാസത്വത്തിൻ്റെ ആത്മാവ്. ഇതിൻ്റെ കൂടെ ഗലാത്യ ലേഖനത്തിൽ നിന്നൊരു വാക്യം കൂടെ നമുക്ക് വായിക്കാം. ഗലാത്യ ലേഖനം 4:1 മുതൽ 7 വരെ. ഗലേഷ്യൻസ് ചാപ്റ്റർ 4 1-7. ഗലാത്യർ 4:1 മുതൽ 7 വരെ വായിച്ചാൽ. അവകാശി സർവ്വത്തിനും യജമാനെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല. പിതാവ് നിശ്ചയിച്ച അവധിയോളം രക്ഷകന്മാർക്കും ഗ്രഹവിചാരകന്മാർക്കും കീഴ്പ്പെട്ടവനത്രേ എന്ന് ഞാൻ പറയുന്നു. അതുപോലെ നാം ശിശുക്കളായിരുന്നപ്പോൾ ലോകത്തിൻ്റെ ആദിഭാഗങ്ങളിൽ കീഴടിമപ്പെട്ടിരുന്നു. എന്നാൽ കാലസമ്പൂർണ്ണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചത് അവൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. അങ്ങനെ നീ ഇനി ദാസനല്ല, പുത്രനത്രേ. പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശിയുമാകുന്നു. പ്രിയമുള്ളവരെ, ഇവിടെ ശിശു ആയിരിക്കുന്നിടത്തോളം കാലം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല. എന്നാൽ ഒരു ശിശു വളർന്നു വരുന്തോറും പരിജ്ഞാനം വർദ്ധിച്ച് അവൻ്റെ പിതാവിനെയും മാതാവിനെയും മനസ്സിലാക്കാൻ തുടങ്ങുന്നു. അതുപോലെ രക്ഷിക്കപ്പെട്ട ഒരു ദൈവപൈതൽ ആത്മാവിൽ വളർച്ച പ്രാപിക്കും തോറും അവൻ്റെ കണ്ണുകൾ തുറക്കുകയും ദൈവം അവൻ്റെ പിതാവാണെന്നുള്ളത് മനസ്സിലാക്കുകയും ചെയ്യും. എന്നാൽ ഒരു കൂട്ടം ആളുകളുണ്ട്, അവർക്ക് ദൈവത്തിൽ നിന്ന് വല്ലതും കിട്ടിയാൽ മതി. അപ്പോൾ അവരുടെ പ്രാർത്ഥന എനിക്കത് വേണം, എനിക്കിത് വേണം, അവരുടെ ലിസ്റ്റിൽ എഴുതി ഇന്നത് വേണമെന്നങ്ങ് പ്രാർത്ഥനയാണ്. കാരണം അവർ കുടുംബത്തിൽ ജനിച്ചവരല്ല, അവകാശികളല്ല. എന്നാൽ അവകാശികളുടെ രീതി വേറെയാണ്. പുത്രത്വത്തിൻ്റെ അവകാശത്തോടുകൂടെ അവർ നടക്കുകയാണ്. അവർ വളർച്ച പ്രാപിക്കും തോറും എൻ്റെ പിതാവ് വലിയവനായ ദൈവമാണ്, അവനാണ് എൻ്റെ ദൈവം, അതുകൊണ്ട് ഈ അവൻ്റേത് മുഴുവനും എൻ്റേതും കൂടെയാണ്. അതിൻ്റെ ആ വാക്യം വായിക്കുമ്പോൾ റോമാലേഖനം 8-ാം അധ്യായത്തിലേക്ക് വീണ്ടും വന്നാട്ട് അതിൻ്റെ 17 വായിച്ചാൽ. 8:17. നാം മക്കളെങ്കിലും അവകാശികളുമാകുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അവകാശികളും നിങ്ങൾക്ക് മക്കളുണ്ടല്ലോ. നിങ്ങളുടെ മക്കൾ നിങ്ങളോടുകൂടെ പാർക്കുമ്പോൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ മക്കൾ നിങ്ങളോട് പപ്പാ ഈ മേശ എനിക്ക് തരണേ, എനിക്ക് ഈ അൽമാര തരണേ എന്ന് പറയാറുണ്ടോ? പറയുകയില്ല. കാരണം ഇത് എൻ്റെ പിതാവിൻ്റെ വക, എനിക്കിതിന് അവകാശമുണ്ട്. എന്നാൽ ഒരു ദത്തെടുത്തവനാണെങ്കിൽ പറയും എനിക്ക് ആ സ്റ്റൂൾ തരണേ, ഞാൻ കൊണ്ടുപോയിക്കോളാം എന്ന് പറയും. ഞാൻ പറയുന്നതൊക്കെ മനസ്സിലായോ? കുടുംബത്തിൽ ജനിച്ചവന് അറിയാം ഇതെൻ്റെ അവകാശമാണ്, എൻ്റെ അപ്പൻ്റെ കൂടെ എനിക്ക് വസിച്ചാൽ മതി, എൻ്റെ അപ്പൻ സ്വതവേ എനിക്ക് ഞാൻ പ്രായമാകുമ്പോൾ മാറി താമസിക്കാൻ അപ്പൻ തരും. എന്നാൽ ഈ ജ്ഞാനം അനേകർക്കില്ലാത്തത് എന്തുകൊണ്ടാണ്? അവർ രക്ഷിക്കപ്പെട്ടിട്ടില്ല. സ്നാനപ്പെട്ടത് ശരിയാ, കുറച്ച് മുറി അന്യഭാഷയും പറയും ശരിയാണ്. എന്നാൽ വാസ്തവത്തിൽ അവർ ദൈവകുടുംബത്തിൽ ജനിക്കപ്പെട്ടിട്ടില്ല. ഏതോ കാര്യങ്ങൾ ഇങ്ങനെയുള്ളതായ സുരേഷ് ബാബുവിൻ്റെ കൂട്ടുള്ള ഈ യോങ്ങിൽ കുറച്ച് പേര് കൈപൊക്കും, അവരെ വെള്ളത്തിൽ മുക്കുകയും ചെയ്യും. എല്ലാവരും പറയും അവരെല്ലാം രക്ഷിക്കപ്പെട്ടു, അവരുടെ പത്രങ്ങളിൽ വരികയും ചെയ്യും, ഇത്ര പേര് കൺവെൻഷൻ നടന്ന്, ഇത്ര രോഗികൾ സൗഖ്യമായി, ഇത്ര സഭയിൽ നിന്ന് വലിയ ഉണർവാണെന്ന് പറയുകയും ചെയ്യും. എല്ലാം ഡ്യൂപ്ലിക്കേറ്റ്, വ്യാജ പ്രവർത്തനങ്ങൾ, ദൈവാത്മാവിന് വിരോധമായി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ. ഒരാൾ രക്ഷിക്കപ്പെടണമെങ്കിൽ അവനോട് പാപത്തെക്കുറിച്ച് പറഞ്ഞ് അവൻ്റെ പാപത്തെക്കുറിച്ച് അവന് ബോധമുണ്ടായി, പാപമാകുന്ന ആഗ്രഹങ്ങളാകുന്ന വേരുകളെ പറിച്ച് കളഞ്ഞ് അവൻ്റെ ഹൃദയം നല്ലപോലെ ഉഴുതതിന് ശേഷമാണ് പരിശുദ്ധാത്മാവ് വചനമാകുന്ന വിത്ത് കൊണ്ടുവരുന്നത്. അല്ലാതെ വിത്ത് ഒരിക്കലും വരികയില്ല. വിത്ത് ഒരു പ്രാസംഗികനും കൊണ്ടുവരാൻ കഴിയില്ല. വിത്ത് കൊണ്ടുവരുന്ന പരിശുദ്ധാത്മാവാണ്.
ഓരോരുത്തരിലും വിത്ത് കൊണ്ടുവരുന്നത്. എനിക്കോ എത്ര വലിയ പ്രാസംഗികന്മാർക്കോ ചെയ്യാൻ കഴിയുന്നത് ഹൃദയം മുഴുക എന്നല്ലാതെ വചനം പറഞ്ഞിട്ട് ഹൃദയം മുഴുകുക. വിത്ത് കൊണ്ടുവരുന്ന കാര്യം പരിശുദ്ധാത്മാവിൻ്റെ കയ്യിലാണ്, ഒരു മനുഷ്യൻ്റെ കയ്യിലും ഇല്ലവേ ഇല്ല. പരിശുദ്ധാത്മാവാണ് പാപത്തെക്കുറിച്ച് ബോധം വരുത്തുന്നത്. ബോധം വരുത്തി നീ പാപ്പി നമ്മളതിന് വചനം പറയുമ്പോൾ അവൻ കരയാൻ തുടങ്ങും. അവനങ്ങനെ കരഞ്ഞു വരുമ്പോൾ അവൻ്റെ പാപബോധമുണ്ടായി. എൻ്റെ കർത്താവേ, ഞാൻ പാപിയാണ്. പിന്നെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവ് എനിക്ക് വസ്തു വേണം, എനിക്ക് ജോലി വേണമെന്നല്ല, അവൻ്റെ മുൻപിൽ നരകത്തീ കാണുന്നു. അവൻ പറയും, എൻ്റെ ദൈവമേ എന്നെ രക്ഷിക്കണേ, ഞാൻ പാപിയാണേ എന്ന് പറയും. പാപിയാണേ ഞാൻ, എൻ്റെ മുൻ പാപം പറഞ്ഞ് നിൻ്റെ പാപം ദൈവത്തിന് സിംഹാസനം മുന്നിൽ നിനക്ക് നിൽക്കേണ്ടി വരും. നിൻ്റെ പാപത്തിന് നീ കണക്ക് കൊടുക്കേണ്ടി വരും. വലിയ ന്യായസിംഹാസനം വരുന്നുണ്ട്. ഭൂമി നിനക്കെതിരായി സാക്ഷി പറയും, ആകാശം നിനക്കെതിരായി സാക്ഷി പറയും, നീ താമസിക്കുന്ന വീടിൻ്റെ കല്ല് വന്ന് നിനക്കെതിരായി സാക്ഷി പറയും, നിൻ്റെ ഓർമ്മ വന്ന് നിനക്കെതിരായി സാക്ഷി പറയും. അയ്യോ, ഞാൻ നരകത്തിൽ പോകുന്ന എനിക്ക് രക്ഷ വേണേ എന്നാ പറയുന്നത്. ഇന്ന് എനിക്ക് ജോലി വേണം, എനിക്ക് ആർക്കും ജോലിയില്ല, കരഞ്ഞുകൊണ്ട് വരുമ്പോൾ കർത്താവിദാസന്മാർ, ഈ പുള്ളിക്കാരത്തി രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെടുത്തിക്കും. അങ്ങനെ വരുന്നവരാരും വീണ്ടും ജനനം പ്രാപിച്ചവരല്ലവേ അല്ല. എന്നാൽ വാസ്തവത്തിൽ വചനമാകുന്ന വിത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ അവരാദ്യം ദാസത്വത്തിലാണ്, കുഞ്ഞാണ്. വളർച്ച പ്രാപിക്കുന്നതോറും ദൈവത്തിൻ്റെ ജ്ഞാനം തന്നിൽ വന്ന് ഞാൻ മകനാണ്. അതുകൂടെ ദൈവത്തിൻ്റെ കൂട്ടവകാശികളാണ്. അപ്പോൾ ഈ കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാത്തതിനാൽ അനേകരും എന്തു ചെയ്യുന്നു, പല ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ പറഞ്ഞ് അങ്ങ് സമയം ചെലവഴിക്കുന്നു. കാരണം അങ്ങനെയാണല്ലോ രീതി നടക്കുന്നത്. എന്നാൽ പ്രിയമുള്ളവരെ, ആ അനുഭവത്തിൽ നിന്നും മാറിയിട്ട് നാം ദൈവത്തിൻ്റെ കൂടെ അവകാശികളാണ്. കർത്താവായ യേശുക്രിസ്തുവിനോട് കൂട്ടവകാശികളാണ്. നാം അവൻ്റെ പുത്രനായി ജനിച്ചു കഴിഞ്ഞപ്പോൾ ഈ ഭൂമി മുഴുവൻ നമ്മുടേതാണ്. നമ്മൾ ആരും പട്ടിണി പാവങ്ങളല്ല. നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുക്കും എന്നേ ഉള്ളൂ. ഒരാൾ ദൈവത്തിൻ്റെ ഭവനത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ അവനെപ്പോലെ സമ്പന്നൻ, അവനെപ്പോലെ ധനികൻ, അവനെപ്പോലെ രാജാവ് വേറെ ആരുമില്ല. സ്തോത്രം. അത്ര ഉന്നതമായ പദവിയിലാണ് ദൈവം നമ്മളെ. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ദൈവം നമ്മളെ ചിലപ്പോൾ സമ്പത്തിൽ, ഈ ലോക സമ്പത്താകുന്ന ചപ്പും കുപ്പയും ഗാർബേജ് നമ്മളെ ചിലപ്പോൾ കസ്റ്റോഡിയൻസായി, സൂക്ഷിപ്പുകാരായിട്ട് ഏൽപ്പിക്കും. സൂക്ഷിപ്പുകാരായിട്ട് അത് കൈകാര്യം ചെയ്തിട്ട് നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കേണ്ടവരാണ്. അതുകൊണ്ട് ഞാൻ മകനാണ് എന്നുള്ള സത്യം നിങ്ങൾ അറിഞ്ഞാൽ സാത്താൻ നിങ്ങളെ വിട്ട് എത്ര മൈൽ അകലെയാണ് നിൽക്കുന്നതെന്നറിയാമോ? പലർക്കും ഈ സത്യം അറിയാത്തത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, സാത്താൻ വന്ന് അടുത്ത് വീണ്ടും ദണ്ഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ സാത്താൻ നിങ്ങളെ വിട്ട്, ഇവന് സത്യം അറിയാമോ എന്ന് പറഞ്ഞ ഓട്ടമായിരിക്കും. ഹല്ലേലൂയ. പിന്നെ ഭൂതബാധ അല്ല, അതുപോലെ ഈ മന്ത്രവാദമോ അവിടെ വെച്ചിട്ടുണ്ട്, ഇവിടെ വെച്ചിട്ടുണ്ട്. അവിടെ വെച്ചാൽ നമുക്കെന്താ കുഴപ്പം? അവിടെ ഇരുന്നോട്ടെ. നമ്മളവിടെ താമസിക്കുമ്പോൾ ഞങ്ങൾ വടക്കേ ഇന്ത്യയിൽ വീടുകളൊക്കെ അന്വേഷിക്കുന്ന വല്ല ഭൂതബാധയുള്ള വീടുകളും വല്ലതും ഉണ്ടോ എന്നാണ്. ആരെങ്കിലും കെട്ടിയാൻ ചേർത്ത വീടുകളുണ്ട്. കാരണം അത് വാടക കുറച്ച് കിട്ടും. ഞങ്ങളവിടെ ചെന്ന് കഴിഞ്ഞാൽ വളരെ ചിലർ അങ്ങനെ പലയിടത്ത് താമസിക്കുന്നുണ്ട്. അങ്ങനെ ആരും അങ്ങനെ ഞങ്ങൾക്ക് അവിടെ കുറച്ച് സ്വാതന്ത്ര്യമായിട്ട് ആരാധിക്കുകയും ചെയ്യാം. മറ്റുള്ളവർക്ക് ഇങ്ങനെ സ്വാതന്ത്ര്യമായിട്ട് ആരാധിക്കാൻ ഒക്കുകയില്ല. ഈ ഭൂതം ബാധിതയും മറ്റുള്ള വീടുകൾ ആരും എടുക്കാത്ത വീടുകളാണെങ്കിൽ നമുക്ക് അവിടെ ചെന്ന് ഒരു ദിവസം നമ്മൾ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ നമുക്ക് സ്വാതന്ത്ര്യമായിട്ട് പിന്നെ ആരാധന, പിന്നെ ആരും അടുത്ത് വരത്തില്ല. ആ വീട് പെട്ടെന്ന് വെക്കേറ്റ് ചെയ്യാനും ആരും പറയത്തില്ല. ഞങ്ങൾ കർത്താവിന് സ്തോത്രം ചെയ്യും അങ്ങനെയുള്ള വീടുകൾ വല്ലയിടത്തും ഉണ്ടെങ്കിൽ. സ്തോത്രം പറയുന്നത്, നാം ദൈവത്തിൻ്റെ മക്കളാകുമ്പോൾ എന്താണ്, ദൈവത്തോടുകൂടെയുള്ള അവകാശമുള്ളവരാണ്. ഈ കാര്യം നിങ്ങൾ നല്ലവണ്ണം ഒന്ന് ഓർത്തുകൊള്ളണം. ദൈവത്തോടുള്ള അവകാശമുള്ളവരാണ്. ആ കർത്താവായ യേശുക്രിസ്തുവിനോടുള്ള കൂട്ടവകാശികളാണ്. ഈ കാര്യം നല്ലവണ്ണം. അതുമാത്രമോ, ഒരു വാക്യം കൂടെ വായിച്ചാട്ട് 1 Corinthians 3:9. ഫസ്റ്റ് പല കൊരിന്തി 3:9. 3:9. 1 Corinthians 3:9. ഞങ്ങൾ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാർ. ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാർ. നിങ്ങൾ ദൈവത്തിൻ്റെ ഞാൻ ദൈവത്തിൻ്റെ മക്കൾ. അത് കഴിഞ്ഞിട്ട് എന്താണ്, ദൈവത്തിൻ്റെ നമ്മൾ പഠിക്കുന്ന വിഷയം ദൈവവും നമ്മളുമായിട്ടുള്ള ബന്ധമാണ്. ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാർ. അതിൻ്റെ അർത്ഥം, ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് നല്ലൊരു ഷോപ്പ് ഉണ്ടെന്ന് വിചാരിച്ചാട്ട്
തുണിക്കടയാണ്, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയുടെ കടയാണ്. അപ്പോൾ നിങ്ങൾ ആ കട നടത്തിക്കൊണ്ടിരിക്കുക. നിങ്ങളുടെ മകൻ പഠിച്ച് പ്രായമായി കഴിഞ്ഞ് ആ കടയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഇരിക്കും? പറഞ്ഞാട്ട് നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ ഹൃദയത്തിൽ സന്തോഷം കാണുമോ? അതേ സമയത്ത് നിങ്ങളുടെ മകൻ പഠിച്ചു വന്ന ആ കടയല്ല, അവൻ വീണ്ടും തെണ്ടാൻ നടക്കുക, അവിടെ ഇവിടെ പിച്ചെ തെണ്ടിക്കൊണ്ടിരിക്കുക. നിങ്ങൾക്ക് എങ്ങനെ ഇരിക്കും? എൻ്റെ മകൻ ഒരു ബുദ്ധിയില്ലേടായിപ്പോയല്ലോ, ഇവൻ്റെ തലച്ചോറ് വർക്ക് ചെയ്യുന്നില്ലല്ലോ, ഇവൻ്റെ ബുദ്ധി പ്രവർത്തിക്കുന്നില്ലല്ലോ എന്നുള്ള ദുഃഖമല്ലേ ഉണ്ടാകുന്നത്. എന്നാൽ നിങ്ങളുടെ മകൻ പഠിച്ച് വന്ന് നിങ്ങളുടെ കൂടെ ആ ബിസിനസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ എൻ്റെ മകനും എന്നോട് വന്ന് എന്തൊരാശ്വാസം. അതുപോലെ ഞാൻ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരാണ്, ഞാൻ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരനാണ്. ഹല്ലേലൂയ. ഈ ക്യാപ്റ്റന് എനിക്ക് മേജർ മറ്റുള്ള ഒരുപാട് പ്രൊമോഷനൊക്കെ വന്നു. ഞാൻ പറയും ഒന്നും വേണ്ട, എന്തിനാ അതെല്ലാം വിട്ടേച്ച് വന്നത്? ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരനാകാനുള്ള വിളി ലഭിച്ചതുകൊണ്ടാണ് വന്നത്. ഈ ലോകത്തിലൊരു മനുഷ്യന് കിട്ടാവുന്നതിലും വെച്ച് ഏറ്റവും വലിയ ഇതാണ് ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരനായി തീരുക. പ്രസിഡൻറ്റ് ഒമായോ, ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ മൻമോഹൻ സിംഗ് ഒന്നും ഈ ജോലിയുടെ മുമ്പിൽ ഒന്നുമില്ല. നമ്മുടെ ബാഗ് പോലും എടുക്കാൻ അവർ യോഗ്യരല്ല. കാരണം ഞാൻ ആരുടെ കൂട്ടുവേലക്കാരനാണ്? ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരനാണ്. നമ്മുടെ ബന്ധം, നാം ദൈവത്തിൻ്റെ മക്കൾ, അവൻ്റെ അതുകൂടാതെ നാം എന്താണ്? ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാർ. അപ്പോൾ ഈ വേലയിലെല്ലാം നമ്മൾക്ക് ഉത്തരവാദിത്തമുണ്ട്. നമ്മുടെ ജ്യേഷ്ഠ സഹോദരൻ ഈ വേലയ്ക്ക് എന്തുമാത്രം കഷ്ടപ്പെട്ടു ഓർമ്മയുണ്ടോ? നമ്മുടെ ജ്യേഷ്ഠ സഹോദരനായ നമ്മുടെ കുടുംബത്തിൻ്റെ ആദ്യത്തെ പുത്രൻ ആരാണ്? യേശു ക്രിസ്തു. ആ മൂത്ത സഹോദരൻ മുഴുവൻ അധ്വാനവും ചെയ്തു. അവൻ്റെ പുറകെ വന്നിരിക്കുന്ന സഹോദരന്മാർ സഹോദരിമാരും പുത്രന്മാരാണ്. ദൈവരാജ്യത്ത് നിങ്ങൾ സഹോദരിമാരല്ല, ആരാണ്? പുത്രന്മാരാണ്. എല്ലാവരെയും പുത്രന്മാർ. ഇവിടെ ഉള്ളൂ. രൂപാന്തരം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ സാരിയൊന്നും അന്വേഷിച്ച് പോകരുത്. അവിടെ ചെന്നിട്ട് നിങ്ങൾക്ക് ആഹാരമൊന്നും വയ്ക്കേണ്ടി വരികയില്ല. നിങ്ങളും പുത്രന്മാർ തന്നെയാണ്. അപ്പോൾ ദൈവരാജ്യത്തിൽ എല്ലാവരും അങ്ങനെയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാം നമ്മുടെ കർത്താവിൻ്റെ ആ നിലയിൽ നമ്മളെ വിളിച്ചു വഹിക്കുമ്പോൾ നമ്മുടെ കർത്താവ് എത്രമാത്രം കഷ്ടപ്പെട്ടോ അത്രയും നാമും കഷ്ടപ്പെടുവാൻ വിളിക്കപ്പെട്ടവരാണ്. കാരണം ഇത് കൂട്ടുസ്വത്താണ്. ഹല്ലേലൂയ. എന്താണിത്? കൂട്ടുസ്വത്ത്. അത് ഓർത്തുകൊണ്ടാണ് പൗലോസ് പറയുന്നത്. കൊലോസ്യർ 1:24 വായിച്ചാൽ, കൊലോസിയൻസ് 1:24, കൊലോസ്യ ലേഖനം 1:24 വായിച്ചാൽ, ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച് ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എൻ്റെ ജഡത്തിൽ സഭയായ അവൻ്റെ ശരീരത്തിന് വേണ്ടി പൂരിപ്പിക്കുന്നു. ഒന്നുകൂടെ വായിച്ചാണ് ക്ലിയർ ആയി. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച് ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എൻ്റെ ജഡത്തിൽ സഭയായ അവൻ്റെ ശരീരത്തിന് വേണ്ടി പൂരിപ്പിക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താ? നമ്മുടെ പാപത്തിന് വേണ്ടിയുള്ള മുഴുവലയും കർത്താവായ യേശു ക്രിസ്തു കൊടുത്തു കഴിഞ്ഞു. ഇനി ഒരു പാസ്റ്ററും ഒരു പ്രാസംഗിനും ഞാനും ആരും അതിനുവേണ്ടി കഷ്ടപ്പെടേണ്ട. എന്നാൽ ഇതിൻ്റെ ശരിയായത് മനസ്സിലാകണമെങ്കിൽ 2 കൊരിന്തി 1:4-8 വരെ വായിച്ചാൽ, दूसरा कोरिन्थी 1:4 से 8 तक, 2 कोरिन्थी 1:4-8 വരെ. ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുമുള്ളവരെ ആശ്വസിപ്പിപ്പാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ ഞങ്ങൾ പെരുകുന്നത് പോലെ തന്നെ ക്രിസ്തുവിനാൽ ഞങ്ങളുടെ ആശ്വാസവും പെരുകുന്നു. ഞങ്ങൾ കഷ്ടം അനുഭവിക്കുന്നു എങ്കിൽ അത് നിങ്ങളുടെ ആശ്വാസത്തിനും രക്ഷയ്ക്കുമാകുന്നു. ഞങ്ങൾ കഷ്ടം അനുഭവിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ആശ്വാസത്തിനും രക്ഷയ്ക്കുമാകുന്നു. ഞങ്ങൾക്ക് ആശ്വാസം വരുന്നുവെങ്കിൽ അത് ഞങ്ങൾ സഹിക്കുന്ന കഷ്ടങ്ങൾ തന്നെ നിങ്ങളും സഹിക്കുന്നതിൽ നിങ്ങളുടെ ആശ്വാസത്തിനായി ഫലിക്കുന്നു. നിങ്ങൾ കഷ്ടങ്ങൾക്ക് കൂട്ടാളികളാകുന്നത് പോലെ ആശ്വാസത്തിന് കൂട്ടാളികൾ എന്നറിയാൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ പ്രത്യാശ ഉറപ്പുള്ളത് തന്നെ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത് കൊണ്ട് നിങ്ങൾ പൂർണ്ണതയിലേക്ക് വരുന്നു, ആശ്വാസം പ്രാപിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ വളരെ സന്തോഷിക്കുന്നു. ദൈവമക്കൾക്ക് 2 വിധത്തിൽ കഷ്ടം അനുഭവിക്കണം. ഒന്ന്, നമ്മിലുള്ളതായ ജഡത്തെ
നമ്മിൽ നിന്ന് ഉരുക്കി മാറ്റുവാൻ തീച്ചൂള ആവശ്യമുണ്ട്. അതുകൂടാതെ മറ്റുള്ളവർക്ക് സാക്ഷിയായി നിൽക്കുവാൻ, മറ്റുള്ളവർക്ക് ആശ്വാസത്തിന് കാരണമാകുവാൻ, വിശേഷാൽ കർത്താവിൻ്റെ ദാസന്മാർക്ക് സഭയിലുള്ള വിശ്വാസികളെക്കാൾ കൂടുതൽ കഷ്ടങ്ങളിൽ കൂടെ പോയേ മതിയാകുള്ളൂ. കാരണം അവരങ്ങനെ കഷ്ടങ്ങളിൽ കൂടെ പോയി ആശ്വാസം പ്രാപിച്ചിട്ട് അവരെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദൈവമക്കൾ കഷ്ടങ്ങളിൽ കൂടെ പോകുമ്പോൾ അവർ പറയും, ചാക്കോച്ച ഞാനും ഈ വഴി പോയതാണ്, മറിയാമ്മേ ഞാനും ഇതിൽ കൂടെ പോയതാണ്, ഇതിൽ കൂടെ എനിക്ക് ശുദ്ധീകരണമായി, നിനക്ക് ശുദ്ധീകരണം ഉണ്ടാകും. അപ്പോൾ നമ്മുടെ സ്വന്തം ശുദ്ധീകരണത്തിന് നമ്മൾ കഷ്ടം അനുഭവിക്കണം. അതുകൂടാതെ മറ്റുള്ളവരെ. എന്നാൽ ഇന്നത്തെ പുതിയ സുവിശേഷം എന്താണ്? യേശു ക്രിസ്തു കഷ്ടം അനുഭവിച്ചു, അതുകൊണ്ട് നമുക്ക് കഷ്ടം വേണ്ട. യേശു ക്രിസ്തു കഷ്ടം അനുഭവിച്ചു, അതുകൊണ്ട് നമുക്ക് കഷ്ടം വേണ്ട. യേശു ക്രിസ്തു. ഇതാണ് സാത്താൻ്റെ സുവിശേഷം. വേറൊരു സുവിശേഷം, വേറൊരു യേശുവിൻ്റെ സുവിശേഷം. പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ വായിച്ച അതേ വാക്യം അത് മുഴുവനും ഇതില്ല. എബ്രായ ലേഖനം 12:6 മുതൽ 11 വരെ വായിച്ചാൽ, എബ്രായ ലേഖനം 12:6 മുതൽ 11 വരെ ഒന്ന് വായിച്ചാൽ, ഹീബ്രു 12:6-11. കർത്താവ് താൻ സ്നേഹിക്കുന്ന മകനെ ശിക്ഷിക്കുന്നു, കർത്താവ് സ്നേഹിക്കുന്നവരെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു എന്നിങ്ങനെ മക്കളോടെന്ന പോലെ നിങ്ങളോട് സമ്പാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞുവോ? നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോടെന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു. പ്രിയമുള്ളവരെ, നമ്മൾക്ക് കഷ്ടത വരികയാണെങ്കിൽ അതെന്താണ്? സ്നേഹത്തിൻ്റെ അടയാളമാണ്. എൻ്റെ പിതാവ് എന്നെ സ്നേഹിക്കുന്നു. എന്നാൽ ഇന്ന് നമുക്കെന്താ പറയുന്നത്? ഏതെങ്കിലും ഒരു വിടുതലുകാരൻ വന്നാൽ മതി, എന്നെ അങ്ങ് വിടുവിക്കണേ ഈ കഷ്ടത്തിൽ നിന്ന്. ദൈവമേ, ആ വിടുതലുകാരൻ എവിടുന്ന് വന്നാലും സാരമില്ല, ഞങ്ങളുടെ പട്ടണത്തിൽ ഒരു വിടുതലുകാരൻ, ഞങ്ങളുടെ പാസ്റ്റർക്ക് വിടുതൽ ശുശ്രൂഷ ഒന്നുമില്ല, ഏതെങ്കിലും ഒരു വിടുതലുകാരൻ വന്നായിരുന്നെങ്കിൽ ഞങ്ങളെ അങ്ങ് വിടുവിച്ചേനെ. വിടുതലുകാരെല്ലാം നിങ്ങളെ സ്വർഗത്തിൽ നിന്ന് വിടുവിച്ച് നരകത്തീയിൽ കൊണ്ടിട്ട് ദഹിപ്പിക്കുമ്പോഴറിയാം വിടുതലുകാരൻ അവിടെ കിടന്ന് വേകുകയാണ്. അപ്പം കുറച്ചൊരാശ്വാസമുണ്ട്, എന്നെ വിടുവിക്കാൻ വന്ന നീ ഇവിടെ തന്നെയാണല്ലോ. പ്രിയമുള്ളവരെ, ദൈവമക്ക് വിടുതലല്ല വേണ്ടിയത്, കൃപയാണ് വേണ്ടിയത്. ഏത് കഷ്ടങ്ങളും റോമാലേഖനം 5:17 വായിച്ചാൽ, റോമാലേഖനം 5:17 വിടുതലല്ല വേണ്ടിയത്, കൃപയാണ് വേണ്ടിയത്. ഏകന്റെ ലംഘനത്താൽ മരണം ആ ഏകൻ നിമിത്തം വാണു എങ്കിൽ കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്നവർ, കൃപയുടെ സമൃദ്ധി ലഭിക്കണം, കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശു ക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. ദൈവമേ, എന്നെ ശുദ്ധീകരിക്കുവാൻ നീ കഷ്ടം അനുവദിച്ചു. കർത്താവേ, കൃപ തരണമേ. പ്രിയമുള്ളവരെ, നാം കഷ്ടത്തിൽ കൂടെ പോകുമ്പോൾ നമ്മുടെ കർത്താവ് നമ്മളെ എവിടെയാണ് വെച്ചിരിക്കുന്നത്? യോഹന്നാൻ്റെ സുവിശേഷം 10:27 മുതൽ 29 വരെ വായിച്ചാൽ, യോഹന്നാൻ 10:27 മുതൽ 29 വരെ. ജോൺ ചാപ്റ്റർ 10:27-29. യോഹന്നാൻ 10:27-29 തक. ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു. അവ ഒരു നാൾ നശിച്ചു പോകയില്ല. ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല. അവയെ തന്നിരിക്കുന്ന എൻ്റെ പിതാവ് എല്ലാവരിലും വലിയവൻ. പിതാവിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിപ്പാൻ ആർക്കും കഴിയുകയില്ല. പ്രിയ ദൈവമക്കളെ, നാം ദൈവമക്കളായിരിക്കുമ്പോൾ കർത്താവായ യേശുവിൻ്റെ കരത്തിലാണ് നമ്മളെ വെച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, പിതാവിൻ്റെ കരം കീഴെയുണ്ട്. 2 കരത്തിലാണ് നമ്മളായിരിക്കുന്നത്. ദൈവമക്കളാകുന്ന നാം എല്ലാവരും അറിയേണ്ടത്, ഞാൻ 2 കരത്തിൽ സുരക്ഷിതമാണ്. സാത്താൻ എത്ര അടുത്ത് വന്നാലും എന്നെ നമുക്ക് ഒന്നും പേടിക്കാനില്ല എന്നുള്ള രീതിയിൽ. എന്നാൽ പരിശോധനകൾ വരുമ്പോൾ യെശയ്യാവ് 63:9 വായിച്ചാൽ, യെശയ്യാവ് 63:9, ഐസിയ 63:9. അവരുടെ കഷ്ടതയിലൊക്കെയും അവൻ കഷ്ടപ്പെട്ടു. അവന്റെ സമ്മുഖദൂതൻ അവരെ രക്ഷിച്ചു. തന്റെ സ്നേഹത്തിലും കനിവിലും അവൻ അവരെ വീണ്ടെടുത്തു. പുരാതന കാലത്തൊക്കെയും അവൻ അവരെ ചുമന്നുകൊണ്ട് നടന്നു. പ്രൈസ് ദ ലോർഡ്. അവരുടെ കഷ്ടങ്ങളിലൊക്കെയും അവൻ കഷ്ടപ്പെട്ടു. ഇങ്ങോട്ട് ശ്രദ്ധിക്കണേ, ഇത് കഷ്ടത്തിൻ്റെ തീച്ചുളയാണെന്ന് വിചാരിച്ചാൽ
ഈ തീച്ചൂളയിൽ നിങ്ങളെ ഇടുന്നത് അവൻ്റെ കയ്യിൽ വെച്ചിട്ടാണ് ഇടുന്നത്. അപ്പോൾ ആ തീച്ചൂളയുടെ ചൂട് ആദ്യം വരുന്നത് അവൻ്റെ കയ്യിലാണ് വരുന്നത്. നല്ലവണ്ണം മനസ്സിലാക്കണം. ഞാൻ എത്ര കഷ്ടങ്ങൾ എത്ര നിങ്ങളിലൊക്കെ അനുഭവിച്ചതിന് എത്രയോ മടങ്ങ് കൂടുതൽ ഞാൻ അനുഭവിച്ചവനാണ്, ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ എനിക്കുള്ളത്, ഞാൻ എൻ്റെ യേശുവിൻ്റെ കരത്തിലിരിക്കുകയാണ്. എനിക്ക് വരുന്ന ചൂട് അവൻ്റെ കരങ്ങളിൽ കൂടെ കഴിഞ്ഞിട്ടാണ് എനിക്ക് വരുന്നത്. നമ്മൾ ചിലപ്പം വിചാരിക്കും എൻ്റെ ചൂടൊന്നും ദൈവം അറിയുന്നില്ലെന്ന്. അങ്ങനെയല്ല. പൂർണ്ണമായി നമ്മുടെ തലയിലെ തലമുടി പോലും അവൻ എണ്ണി അറിയുന്നുവെങ്കിൽ, പ്രിയ ദൈവമക്കളെ, നമുക്ക് വരുന്ന കഷ്ടങ്ങളുടെ ചൂച്ചുളയെല്ലാം അവിടെ, അതുകൊണ്ട് എഴുതിയത്, അവരുടെ കഷ്ടങ്ങളിലെല്ലാം അവൻ എന്ത് ചെയ്തു? കഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, ശദ്രക്ക് മേശക്ക് അബേദ്നെഗോവിനെ തീക്കകത്തിട്ടു. തീക്കകത്തിട്ടപ്പോൾ ദൈവത്തിന് വേണമെങ്കിൽ അത് മുഴുവനും അവിടെ വലിയൊരു ഭൂകമ്പം വായിച്ച് എല്ലാവരെയും നശിപ്പിക്കാൻ, അതൊന്നും ചെയ്യാതെ എൻ്റെ ഉപദേശത്തിൽ നിൽക്കുന്നവരുടെ കൂടെ ഞാനും കഷ്ടപ്പെടാൻ തയ്യാറാണെന്ന് പറഞ്ഞ് ആ തീച്ചുളയ്ക്കകത്ത് കർത്താവ് ഇറങ്ങി വന്നു. ഹല്ലേലൂയ. നിങ്ങളത് വിശ്വസിക്കുന്നു? ശദ്രക്ക് മേശക്ക് അബേദ്നെഗോവിന് വേണ്ടി തീച്ചൂളയിൽ ഇറങ്ങി വന്നെങ്കിൽ, ദൈവത്തിൻ്റെ കുടുംബത്തിൽ ജനിക്കപ്പെട്ട അവനേക്കാൾ എത്രയോ ശ്രേഷ്ഠന്മാരായ നമുക്ക് വേണ്ടി നമ്മുടെ കർത്താവ് ഇറങ്ങി വരികയില്ലയോ? യെശയ്യാവ് 49:15-16 വായിച്ചാൽ, യെശയ്യാവ് 49:15-16, ഐസിയ 49:15-16. ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കയില്ല. ഇതാ ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു. ഞാൻ നിന്നെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു. നിന്റെ മതിലുകൾ എല്ലായ്പ്പോഴും എൻ്റെ മുമ്പിലിരിക്കുന്നു. നിങ്ങൾക്കറിയാമല്ലോ, ഈ പച്ച കുത്തുന്നത് ആ തൊലി ഉരിച്ചെങ്കിലേ അത് മാറത്തുള്ളൂ. അതുപോലെ കർത്താവ് നമ്മളെ വരച്ചിരിക്കുന്ന നിലയിലാണ്. എത്ര കാറ്റ് വന്നാലും അവൻ്റെ കയ്യിൽ നിന്ന് പോകയില്ല. സാത്താൻ ചുറ്റും കിടന്ന് അലറും. അവൻ്റെ ശബ്ദം കണ്ട് 1 പത്രോസ് 5:8 വായിച്ചാൽ, 1 പത്രോസ് 5:8, 1 പീറ്റർ 5:8, പല പത്രോസ് 5:8. നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു. ഇങ്ങോട്ട് ശ്രദ്ധിക്കണേ. ദൈവത്തിന്റെ കരത്തിലിരിക്കുക, സാത്താൻ ചുറ്റും നടന്ന് എന്ത് ചെയ്യുക? അലറ. ഉണർന്നിരുന്നില്ലെങ്കിൽ അയ്യോ എന്ന് പറഞ്ഞ് പേടിച്ചു പോകും. ഉണർന്നിരിക്കാന്നേ അറിയാം, സാത്താനെ ഞാൻ എൻ്റെ കർത്താവിൻ്റെ കരത്തിലായിരിക്കുന്നു. നീ അലറി അലറി തളരുകയല്ലാതെ എൻ്റെ ഒരു രോമം പോലും നിനക്ക് തൊടാൻ കഴിയുകയില്ല. എന്നാൽ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അലർച്ചയെ കേൾക്കത്തുള്ളൂ. അയ്യോ സാത്താൻ വന്നെന്നെ പിടിച്ചോണ്ട് പോയി ദൈവമേ. പ്രിയ സഹോദര, ഉണർന്നിരിക്കുകയാണെങ്കിൽ മനസ്സിലാകും, ആത്മാവിൽ ഉണർന്നിരിക്കുകയാണെങ്കിൽ മനസ്സിലാകും എവിടെ ആയിരിക്കുന്നത്. ഹല്ലേലൂയ. ഇതാ ലോകാവസാനത്തോളം എല്ലായ്പ്പോഴും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായി. ഇപ്പോൾ ഉദാഹരണമായി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തെറ്റ് വന്നു. നിങ്ങൾ 5 വയസ്സുള്ളൊരു കുഞ്ഞിനെ പിടിച്ചത് അടിക്കാനായിട്ട് നിർത്തി. അവനൊരു തെറ്റ് ചെയ്തു. അടിക്കാനായിട്ട് വടിയെടുത്ത് അടിക്കാനായി നിൽക്കുമ്പോൾ ഒരു പേപ്പട്ടി ഓടി വരുന്നു. പേപ്പട്ടി ഓടി വരുമ്പോൾ നിങ്ങൾ എന്താ, ഞാൻ നോക്കിയിരിക്കായിരുന്നു എൻ്റെ മകനെ ആർക്ക് ഇട്ട് കൊടുക്കാം. പേപ്പട്ടി മുമ്പിൽ ഇട്ട് കൊടുക്കുമോ? നിങ്ങളുടെ മക്കളാണെങ്കിൽ ഉടനെ ആ കുഞ്ഞിനെ എടുത്ത് തോളത്ത് വെച്ചിട്ട് ആ പേപ്പട്ടി അടിക്കും നിങ്ങൾ, ഇല്ലേ? അതുപോലെ നമ്മുടെ ദൈവത്തിന് മുമ്പ് നിങ്ങൾ ഏതെങ്കിലും തെറ്റ് ചെയ്താൽ അവൻ്റെ സ്നേഹത്തിൻ്റെ കാര്യം നമ്മളെ കറക്റ്റ് ചെയ്യുന്ന സാത്താനെ ഏൽപ്പിക്കുകയില്ല അവൻ. ഹല്ലേലൂയ. അതുകൊണ്ട് അങ്ങനെ പേടിക്കരുത്. അങ്ങനെ പേടിച്ചല്ല പോകേണ്ടത്. നാം അവൻ്റെ മക്കളാണ്. അവൻ്റെ മക്കളാണ്. ഈ കാലത്ത് കുറച്ച് പ്രവാചക ശുശ്രൂഷക്കാരൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അവർ ജനങ്ങളെ പേടിപ്പിച്ച് പണം മേടിക്കാനുള്ള പരിപാടിയാണ്. പേടിപ്പിച്ച് അങ്ങനെ പല സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, ഞാൻ കേട്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. ഇന്നടത്തൂടെ വരത്തുപോക്കൊണ്ട് ഇന്നടത്തൂടെ എന്നെ വിളിച്ച് 3 ദിവസത്തെ ഉപവാസയോഗം നടത്തുകയാണെങ്കിൽ നിൻ്റെ പ്രശ്നമെല്ലാം മാറും. അപ്പോൾ 3 ദിവസം ഉപവാസത്തിന് അവരുടെ കാര്യവും കിടക്കും, അവർക്ക് കിട്ടാവുന്ന പണവും മേടിച്ചുകൊണ്ട് അവർ പോവുകയും ചെയ്യും. അതൊന്നും വചനപ്രകാരമുള്ളതല്ല. ദൈവമക്കളെ വചനം പഠിപ്പിച്ച് കഴിഞ്ഞാൽ അവർ പിന്നെ വീരന്മാരായി എഴുന്നേറ്റ് നിൽക്കും. ഞാൻ എൻ്റെ യേശുവിൻ്റെ കരത്തിലാണ് ഇരിക്കുന്നത്. പ്രിയ സഹോദര സഹോദരി, നിന്നെ ഒരുക്കുന്നത് അവൻ്റെ കരത്തിൽ വെച്ചാണ് ഒരുക്കുന്നത്. നമ്മളിലുള്ള കിട്ടമെല്ലാം അവൻ മാറ്റുന്നത് അവൻ്റെ കരത്തിൽ വെച്ചാണ്. മലാക്കിയുടെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ
3 മുതൽ വായിച്ചാൽ. മലാക്കിയുടെ പുസ്തകം 3:3. മലാക്കി 3:3 से 3:3 മുതൽ. അവൻ ഊതിക്കഴിക്കുന്നവനെ പോലെയും 2 മുതൽ വായിച്ചാൽ. എന്നാൽ അവൻ വരുന്ന ദിവസത്തെ ആർക്ക് സഹിക്കാം? അവൻ പ്രത്യക്ഷനാകുമ്പോൾ ആർ നിലനിൽക്കും? അവൻ ഊതിക്കഴിക്കുന്നവൻ്റെ തീ പോലെയും അലക്കുന്നവരുടെ ചാരവെള്ളം പോലെയും ആയിരിക്കും. അവൻ ഊതിക്കഴിക്കുന്നവനെ പോലെയും വെള്ളി ശുദ്ധി വരുത്തുന്നവനെ പോലെയും ഇരുന്നു കൊണ്ട് ലേവ്യപുത്രന്മാരെ ശുദ്ധീകരിച്ച് പൊന്നുപോലെയും വെള്ളി പോലെയും നിർമ്മലീകരിക്കും. അങ്ങനെ അവർ നീതിയിൽ യഹോവയ്ക്ക് വഴിപാടർപ്പിക്കും. ഇവിടെ കർത്താവായ യഹോവയായ ദൈവം ഇസ്രായേൽ മക്കളെ ഒരുക്കുന്ന കാര്യമാണ്. അവരെ ഉരുക്കി, വെള്ളി പോലെ ഉരുക്കി. ഞാൻ ഈ തട്ടാൻ്റെ അടുക്കൽ ചെന്ന് നോക്കിയിട്ടുണ്ട്, സ്വർണ്ണപ്പണക്കാരൻ്റെ അടുക്കൽ എങ്ങനെയാണ് ഒരുക്കുന്നത്. അത് വെച്ചിട്ട് അതിൻ്റെ കീഴിൽ ഒരു പാത്രത്തിൽ വെച്ചിട്ട് കീഴിൽ നല്ലപോലെ ബ്ലോവർ കൊടുത്ത് നല്ല ചൂട് വെക്കുമ്പോൾ ആ വെള്ളി ഉരുകാൻ തുടങ്ങും. നല്ലപോലെ ഉരുകിയെന്ന് പുള്ളിക്കാരന് മനസ്സിലാകുന്നത് എപ്പോഴാണ്? ഞാൻ അവരോട് ചോദിച്ചിട്ടുള്ളപ്പോൾ അവരുടെ മുഖം നല്ലതുപോലെ എപ്പോൾ കാണാം ആ ഉരുകിയ വെള്ളിയുടെ മേൽ, അപ്പോൾ അവർ മനസ്സിലായി നല്ലപോലെ കിട്ടമെല്ലാം താഴെ പോയി. അതുപോലെ നമ്മുടെ ദൈവം നമ്മളെ ഉരുക്കി അവനെ പോലെ ആക്കുന്നുണ്ട്. നമ്മൾ ഒത്തിരി കിട്ടമുണ്ട്, ആ ജഡത്വൻ്റെ പ്രവൃത്തികളുണ്ട്, അതെല്ലാം ഉരുക്കി മാറ്റണം. 2 Corinthians 3:18 വായിച്ചാൽ. 2 Corinthians 3:18, 2 Corinthians 3:18, 2 Corinthians 3:18, 2 Corinthians 3:18. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിപ്പിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. കർത്താവിൻ്റെ ഒരു താമസമെങ്കിൽ നാളെ ദൈവത്തിൻ്റെ സകല നിറവിനോളം എന്നുള്ള വരത്തിലേക്ക് നമ്മുടെ ബന്ധത്തിൽ ആ ഭാഗത്തേക്ക് നമ്മൾ വരുന്നതാണ്. എന്നാൽ ഇപ്പോൾ ഇത്ര മാത്രം ചിന്തിച്ചാട്ട് നാം അവൻ്റെ പ്രതിമയായി എന്തു ചെയ്യണം? രൂപാന്തരപ്പെടണം. സ്തോത്രം. അപ്പോൾ നമ്മിൽ ഒത്തിരി കിട്ടമുണ്ട്, കിട്ടം ഒത്തിരിയുണ്ട്. ഈ കിട്ടമൊക്കെ എന്ത് ചെയ്തേക്കുള്ളൂ? ഉരുക്കി മാറ്റിയേക്കുള്ളൂ. ചിലപ്പോൾ ദൈവത്തിന് വളരെ കഠിനമായി നമ്മുടെ കൂടെ പ്രവർത്തിക്കേണ്ടത് വരുന്നുണ്ട്. എസെക്കിയേൽ പ്രവചനം 22-ാം അധ്യായം എടുത്താൽ. എസെക്കിയേൽ 22. ആ 22-ന്റെ 18 മുതൽ 20 വരെ വായിച്ചാൽ. എസെക്കിയേൽ 22-ന്റെ 18 മുതൽ 20. എസെക്കിയേൽ 22:18-20. എസെക്കിയേൽ 22:18-20. മനുഷ്യപുത്ര, ഇസ്രായേൽ ഗ്രഹം എനിക്ക് കിട്ടമായി തീർന്നിരിക്കുന്നു. അവരെല്ലാവരും ഉലയുടെ നടുവിൽ താമ്രവും വെളുത്തിയവും ഇരുമ്പും കറുത്തിയവും തന്നെ. അവർ വെള്ളിയുടെ കിട്ടമായി തീർന്നിരിക്കുന്നു. അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: നിങ്ങളെല്ലാവരും കിട്ടമായി തീർന്നിരിക്കൊണ്ട് ഞാൻ നിങ്ങളെ യെരൂശലേമിൻ്റെ നടുവിൽ കൂട്ടും. വെള്ളിയും താമ്രവും ഇരുമ്പും കറുത്തിയവും വെളുത്തിയവും ഉലയുടെ നടുവിലിട്ട് ഊതി ഉരുക്കുന്നത് പോലെ ഞാൻ എൻ്റെ കോപത്തിലും എൻ്റെ ക്രോധത്തിലും നിങ്ങളെയും കൂട്ടി ഉരുക്കും. ഇവിടെ യഹോവയായ ദൈവം ഇസ്രായേൽ മക്കളെ കുറിച്ച് പറയുകയാണ്. അവരേറ്റവും ശ്രേഷ്ഠമേറിയ പൊന്നായിരിക്കേണ്ടതിന് പകരം ഇരുമ്പും ചെമ്പുമൊക്കെ ആയിരിക്കുക. കർത്താവ് പറഞ്ഞ് ഞാൻ നിങ്ങളെ ഒരുക്കും, നിങ്ങളുടെ കിട്ടമെല്ലാം മാറ്റും. വെളുത്തിയോ കറുത്തിയോ നിങ്ങൾക്കറിയാം, ഈയം ഉരാൻ ഒരു 120 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ചൂടുണ്ടെങ്കിൽ ഈയം ഉരുകാൻ തുടങ്ങും. ഇരുമ്പിന് കുറഞ്ഞ 2500 ഡിഗ്രി വേണം ഉരുക്കാൻ. അപ്പോൾ നമ്മുടെ പരിശോധനകൾ എങ്ങനെയാണ്, അതിൻ്റെ ചൂട് എങ്ങനെയായിരിക്കുന്നതെന്ന് അറിയാമോ? നമ്മളെ അനുസരിച്ചായിരിക്കുന്നത്. കർത്താവ് ചെറിയ 120 ഡിഗ്രി കൊണ്ട് നിങ്ങളെ ഉരുക്കാൻ തുടങ്ങിയാൽ, നിങ്ങൾ ഓടിപ്പോകാൻ തുടങ്ങിയാൽ കർത്താവ് ശരി മോനെ നീ 120 ഡിഗ്രി കൊണ്ട് ഓടാൻ തുടങ്ങി, എന്നാൽ ഇനി ഞാൻ അത് 200 ഡിഗ്രി ആക്കും, പിന്നെ 300 ആക്കും. ഏതായാലും ഉരുക്കുക തന്നെ ചെയ്യും. എന്തുകൊണ്ടാണ്? നേരത്തെ കർത്താവിനോട് പറഞ്ഞ് കർത്താവേ എനിക്ക് ലോകം വേണ്ട, ഒന്നും വേണ്ട, എനിക്ക് നിന്നെ പോലെ ആയാൽ മതി. കർത്താവ് പറഞ്ഞു മോനെ നീ സുബോധത്തോടെ പറഞ്ഞ പ്രാർത്ഥന ഞാൻ കേട്ടിരിക്കുന്നു. കർത്താവ് ഉരുക്കാൻ തുടങ്ങുന്നുണ്ടേ, കർത്താവേ ഉരുക്കരുതേ ഉരുക്കരുതേ, സാത്താനേ പോ സാത്താനേ പോ എന്നൊക്കെ പറയാം. അപ്പോൾ കർത്താവ് പറയാം ഞാൻ സാത്താനൊന്നുമല്ല, ഞാൻ തന്നെയാ. നീ പറഞ്ഞത് കേട്ട് ഞാനൊന്നും പോകാനൊന്നും പോകുന്നില്ല, നീ എന്നെ തിരിച്ചറിഞ്ഞില്ല എന്നേ ഉള്ളൂ.
കാരണം നിൻ്റെ ആദ്യത്തെ പ്രാർത്ഥന ഞാൻ കേട്ടിട്ടുണ്ട്. നിന്നെ ഉരുക്കി നിൻ്റെ അകത്തെ കിട്ടമെല്ലാം മാറ്റിയേ മതിയാകും. അങ്ങനെ ദൈവം നമ്മളെ ഉരുക്കി ശുദ്ധമാക്കുന്നതാണ്. എബ്രായർ 12 അതിൻ്റെ 10-11 ഒന്നുകൂടെ വായിച്ചാട്ട്. എബ്രായർ 12 10-11. എബ്രാനി 12:10-11. അവർ ശിക്ഷിച്ചത് കുറെ കാലവും തങ്ങൾക്ക് ബോധിച്ച പ്രകാരവും അത്രേ. അവനോ നാം അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് അവന്റെ വിശുദ്ധി പ്രാപിക്കണം. അപ്പന്റെ വിശുദ്ധി നാം പ്രാപിക്കണം. നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നത്, ഗുണത്തിനായി തന്നെ ചെയ്യുന്നത്. ഏത് ശിക്ഷയും തൽക്കാലം സന്തോഷകരമല്ല, ഏത് ശിക്ഷയും തൽക്കാലം സന്തോഷകരമല്ല, ദുഃഖകരമത്രേ എന്ന് തോന്നും. പിന്നത്തേതിലോ അതിനാൽ അഭ്യാസം വന്നവർക്ക് നീതി എന്ന സമാധാന ഫലം ലഭിക്കും. ഹല്ലേലൂയ. നിങ്ങൾ പരീക്ഷയിൽ കൂടെ പോകുമ്പോൾ, തീച്ചുളയിൽ കൂടെ പോകുമ്പോൾ സാത്താൻ വന്ന് പറയും, കണ്ടോ ദൈവം നിന്നെ തള്ളിക്കളഞ്ഞു. അപ്പം സാത്താനോട് പറയണം, സാത്താനെ 1 പത്രോസ് 1:7 നിനക്കറിയാമോ? ഒന്ന് വായിച്ചാട്ട്. 1 പത്രോസ് 1:7. അപ്പോൾ സാത്താനോട് കൊടുക്കേണ്ട പറയാനായിട്ട് 1 പത്രോസ് 1:7. ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 1:7. അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയത് എന്ന് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ അങ്ങനെ ഇടവരും. സാത്താനേ, എന്റെ വിശ്വാസത്തിന്റെ പരീക്ഷയാണ്, ഞാൻ പ്രൊമോഷൻ മേടിക്കാൻ പോവുകയാ. സാത്താനോട് എന്താ പറയേണ്ടത്? സാത്താനേ, എന്റെ പ്രൊമോഷൻ ടെസ്റ്റാണിത്, എനിക്ക് ജോലിക്കയറ്റം കിട്ടുന്നതിന്റെ ടെസ്റ്റാണിത്. അതുകൊണ്ട് ഞാൻ സ്തോത്രത്തോടെ ഇതിനെ അഭിമുഖീകരിക്കും. ഇത് പറയുമ്പോഴേ സാത്താൻ ഓട്ടമാ. അല്ലെ നിങ്ങൾ പഠിച്ചു, കർത്താവേ എന്നെ വിടുവിക്കണേ. സാത്താൻ പിന്നെ ചുറ്റിപ്പറ്റി നിൽക്കും കുറച്ച് നേരം. സത്യം അറിയും, സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കി. 1 പത്രോസ് 4:12-13 കൂടെ വായിച്ചാട്ട്. 1 പത്രോസ് 4:12-13. പല പത്രോസ് 4:12. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധന ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വെച്ച് അതിശയിച്ചു പോകരുത്. ഈ കാലത്തെ പ്രാസംഗികന്മാർ ഈ കഷ്ടം വേണ്ട, കഷ്ടമില്ല, അതെല്ലാം പഴയ കാലത്തെന്ന് പറയുന്നവരോട് ഇതൊക്കെ ഒന്ന് വായിച്ച് കേൾപ്പിക്കണം. നിങ്ങളുടെ പുസ്തകത്തിൽ ഉണ്ടോ എന്ന് ചോദിക്കണം. ഇതെല്ലാം അവരുടെ പുസ്തകത്തിൽ നിന്നെല്ലാം അവർ ഒരുപക്ഷെ മുറിച്ച് കളഞ്ഞു കാണുമായിരിക്കും. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും, ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചു കൊള്ളുവീൻ. മാറത്ത് കൈ അടിച്ചിട്ടുകൊണ്ട് വിടുതലുകാരനെ ഓടി വരിക. വിടുതലുകാരെ, മൊബൈൽ ഉണ്ടല്ലോ, കർത്താവിന്റെ ദാസനെ, വിടുതലുകാരനെ, എന്നെ ഒന്ന് വിടുവിച്ചേ, സാത്താൻ എന്റെ നടുവിനെ പിടിച്ചിരിക്കുക. അതല്ല, ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ പങ്കുള്ളാവും തോറും സന്തോഷിച്ചുല്ലസിപ്പീൻ. എന്റെ തേജസ് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. സാത്താനെ, ദൈവം എന്നെ തള്ളിക്കളഞ്ഞതല്ല. കഴിഞ്ഞ കഷ്ടത്തിൽ എനിക്ക് കിട്ടിയ തേജസ് നിനക്ക് ഓർമ്മയുണ്ടല്ലോ, അതിനേക്കാൾ ഇത് കുറച്ചുകൂടെ കൂടുകയാണ്. ഞാൻ തേജസ്സിൽ നിന്ന് തേജസ് പ്രാപിക്കുകയാണ്. ഞാൻ അപ്പനെ പോലെ ആകുകയാണ്. എൻ്റെ ബാല്യ സ്വഭാവങ്ങൾ എൻ്റെ പിതാവ് മാറ്റുകയാണ്. ഞാൻ അധികാരം പ്രാപിക്കാൻ പോകുകയാണ്. സാത്താനെ, നിന്റെ തലയിൽ ചവിട്ടാൻ ഞാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുക എന്നാ പറയേണ്ടത്. നമ്മുടെ ശിശുത്വം മാറ്റണമെങ്കിൽ ഇങ്ങനെയുള്ളതൊക്കെ കുറച്ചുണ്ടെങ്കിലേ ഒക്കെ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾക്ക് വരുന്ന കഷ്ടങ്ങൾ എന്തിനു വേണ്ടിയാണ്? നമ്മുടെ ശിശുത്വം മാറ്റി നമ്മുടെ അപ്പനെ തിരിച്ചറിഞ്ഞ് അപ്പനെ പോലെ പുത്രന്മാരായി വെളിപ്പെടണം, അധികാരമുള്ളവരായി വെളിപ്പെടണം, ശക്തിയോടെ വെളിപ്പെടണം. ഹല്ലേലൂയ. അതിനുവേണ്ടിയാണ് കർത്താവ് നമ്മൾക്ക് ഈ പ്രയാസങ്ങൾ, കഷ്ടങ്ങൾ വരുന്നത്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കഷ്ടപ്പെടുന്നു, നിങ്ങൾക്ക് അതുകൊണ്ട് കഷ്ടങ്ങളിൽ കൂടെ പോയ ഒരു കർത്താവിൻ്റെ ദാസനെ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാൻ കഴിയുള്ളൂ. ഉദാഹരണമായി, നല്ലവണ്ണം പട്ടിണി അനുഭവിച്ച ഒരു കർത്താവിൻ്റെ ദാസന് ഒരു പാവപ്പെട്ട വിശ്വാസിയുടെ വീട്ടിൽ ചെന്നപ്പോൾ അവർക്ക് കർക്കിടക മാസം മഴയാ. ആ സഹോദരന് കാലിന് ഒരു മുറിവ് പറ്റി, ഒരു ജോലിയുമില്ല, കുഞ്ഞുങ്ങൾ 2-3 കുഞ്ഞുങ്ങളുമായിട്ട് പട്ടിണി കിടക്കുക. അവൾ ആ കർത്താവദാസൻ അവിടെ ഇരുന്നിട്ട്, ഭാരപ്പെടേണ്ട, കർത്താവ് നിങ്ങളേതോ പഠിപ്പിക്കുകയാണ്, വെള്ളം കൊണ്ടുപോയി പ്രാർത്ഥിച്ച് ഓരോ കുഞ്ഞുങ്ങൾക്ക് ഓരോ ഗ്ലാസ് വെള്ളം കൊടുക്കും. കർത്താവേ, ഇത് നല്ല പാലിൻ്റെ കാര്യം ഇത് ചെയ്യട്ടെ എന്ന് പറഞ്ഞു
കുഞ്ഞുങ്ങളുടെ വയറെല്ലാം നിറയെ സന്തോഷമായിട്ടുള്ളൂ. ഈ കഷ്ടം അനുഭവിക്കാത്ത കർത്താവിൻ്റെ ദാസനോട് ചെന്ന് ദശാംശം കൊടുത്തായിരുന്നോ? ദശാംശം മുഴുവനും കൊടുത്തോ നിങ്ങൾ? അല്ല, ദശാംശം കൊടുക്കാഞ്ഞുകൊണ്ട് വന്നതായി. കാരണം ആ കർത്താവിൻ്റെ ദാസന് കഷ്ടത്തിനെ ഒന്നും അറിഞ്ഞുകൂടി. എന്നാൽ കഷ്ടത അനുഭവിച്ച കർത്താവിൻ്റെ ദാസൻ പറയും, ഞാനും ഇതിൽ കൂടെ പോയതാണ്. ഹല്ലേലൂയ. രോഗം അനുഭവിച്ച കർത്താവിൻ്റെ ദാസൻ പറയും, ഞാനും ഈ രോഗത്തിൽ കൂടെ പോയതാണ്. നിന്ദ അനുഭവിച്ച കർത്താവിൻ്റെ ദാസൻ പറയും, ഞങ്ങളും ഈ നിന്ദയിൽ കൂടെ പോയതാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ ദാസന്മാരാകുന്നവർക്ക് മറ്റുള്ളവരെക്കാൾ കൂടുതൽ കഷ്ടങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകും. ഇന്ന് പൗലോസ് നിങ്ങളുടെ സഭയിൽ വന്നാൽ പൗലോസിനോട് പറയും, ആ ഗേറ്റിൻ്റെ അവിടെ കാണാൻ ഇരുന്നോളം പറയും, അകത്ത് കയറ്റുകയില്ല. പൗലോസ് വന്നാൽ നിങ്ങളുടെ സഭയിൽ പൗലോസിന് പിന്മാറ്റക്കാർ അവിടെ പുറകിലെ കാണാൻ പോയിരുന്നു. എന്താ പിന്മാറ്റക്കാരെന്ന് പറയുന്ന കാരണം എന്താ? 3 പ്രാവശ്യം ആ കപ്പൽ ഛേദം ഉണ്ടായി. ഇന്ന് കപ്പലില്ലെന്ന് വിചാരിച്ചിട്ട് സ്കൂട്ടറില്ല. അപ്പോൾ പൗലോസ് വന്ന് നിങ്ങളുടെ സഭയിൽ നിന്നും ബൈബിൾ ക്ലാസ് നടത്താനായിട്ട് വരിക എന്ന് പറഞ്ഞ് 8 മണിക്ക് പൗലോസ് വരണം. വരുന്ന വഴി സ്കൂട്ടർ അപകടം ഉണ്ടായി. പൗലോസ് വന്നപ്പോൾ 8:45. സഹോദരന്മാരെ, എൻ്റെ സ്കൂട്ടറിന് അപകടം ഉണ്ടായി, അതുകൊണ്ട് 8:45 ഞാൻ വന്നത്. അപ്പോൾ പാസ്റ്റർ പറയും, പൗലോസ് പറയും, ഏതായാലും ദൈവദൂതന്മാർ ഇദ്ദേഹത്തിന് ഇല്ലായിരുന്നോ? ടീക്ക്, പിന്നെ കുറച്ച് പ്രസംഗിച്ചോളാൻ പറയും. അത് കഴിഞ്ഞ് പിറ്റേ ദിവസവും പൗലോസ് വരിക 8-ന് വരും, 9:30 വരുന്നത്. ഇന്നും എൻ്റെ സ്കൂട്ടറിന് അപകടം. അപ്പം ഏതോ കുഴപ്പക്കാരനാണ് ഇവൻ. 3-ാമത്തെ ദിവസം പൗലോസ് വരുന്ന 10 മണിക്കാണ്. പൗലോസ്, ഇനി ഇങ്ങോട്ട് കയറണ്ട, ഞങ്ങളുടെ സഭയിൽ ഇനിയും വരണ്ട, ഇത്രയും പ്രസംഗിച്ചത് മതി, ഇനി നിൻ്റെ പ്രസംഗം കേൾക്കണ്ട എന്നല്ല പറയുള്ളൂ. കർത്താവിൻ്റെ ദാസന്മാർ യുദ്ധം ചെയ്ത് ഓരോ പ്രയാസങ്ങളെയും നേരിട്ടുകൊണ്ട് മുൻപോട്ട് പോകുന്നതാണ് ഇന്നത്തെ കർത്താവിൻ്റെ ദാസന്മാരുടെ ക്വാളിറ്റി. പൗലോസിൻ്റെ ക്വാളിറ്റി 1 കൊരിന്ത്യർ 4:9 മുതൽ ഒന്ന് വായിച്ചാൽ. 1 കൊരിന്ത്യർ 4:9 മുതൽ വായിച്ചാൽ. 1 കൊരിന്ത്യർ chapter 4 verse 9 onwards വായിച്ചാൽ. ഞങ്ങൾ ലോകത്തിന് ദൂതന്മാർക്കും മനുഷ്യർക്കും തന്നെ കൂത്തുകാഴ്ചയായി തീർന്നിരിക്കിയാൽ ദൈവം അപ്പസ്തോലന്മാരായ ഞങ്ങളെ ഒടുക്കത്തവരായി മരണവിധിയിൽ ഉൾപ്പെട്ടവരെ പോലെ നിർത്തിയെന്ന് എനിക്ക് തോന്നുന്നു. ഞങ്ങൾ ക്രിസ്തു നിമിത്തം ഭോഷന്മാർ, നിങ്ങൾ ക്രിസ്തുവിൽ വിവേകികൾ. ഞങ്ങൾ ബലഹീനർ, നിങ്ങൾ ബലവാന്മാർ. നിങ്ങൾ മഹത്തുക്കൾ, ഞങ്ങൾ മാനഹീനർ അത്രേ. ഈ നാഴിക വരെ ഞങ്ങൾ വിശന്നും ദാഹിച്ചും ഉടുപ്പാനില്ലാതെയും കുത്തുകൊണ്ടും സ്ഥിരവാസം കൂടാതെയും ഇരിക്കുന്നു. സ്വന്തം കൈയാൽ വേല ചെയ്ത് അധ്വാനിക്കുന്നു. ശകാരം കേട്ടിട്ട് ആശീർവദിക്കുന്നു. ഉപദ്രവം ഏറ്റിട്ട് സഹിക്കുന്നു. ദൂഷണം കേട്ടിട്ട് നല്ല വാക്ക് പറയുന്നു. ഞങ്ങൾ ലോകത്തിൻ്റെ ചവറ് പോലെയും ഇന്ന് വരെയും സകലത്തിൻ്റെയും അഴുക്കായും തീർന്നിരിക്കുന്നു. ഞങ്ങൾ കൂത്തുകാഴ്ചയായിരിക്കുന്നു എന്നുള്ളതിൻ്റെ ആ ശരിയായ ഗ്രീക്ക് ശബ്ദത്തിൽ നോക്കിയാൽ, പണ്ട് കാലങ്ങളിൽ രാജാക്കന്മാർ യുദ്ധത്തിന് പോയിട്ട് മറ്റേ രാജാവിനെ പിടിച്ചിട്ട് അവൻ്റെ കണ്ണൊക്കെ പൊട്ടിച്ചിട്ട് ഒരു വിക്ടറി പ്രൊസഷൻ നടത്തും. അപ്പോഴും പിടിച്ചുകൊണ്ട് വന്ന രാജാവിൻ്റെ കൈയൊക്കെ കെട്ടി കണ്ണെല്ലാം പൊട്ടിച്ച് അടിമയായി കൊണ്ടുവന്ന് കാണിക്കും, കണ്ടോ ഞാൻ എത്ര വലിയ രാജാവ്. അതുപോലെ കർത്താവിൻ്റെ ദാസന്മാർ ഈ ലോകത്തിൽ കൂത്തുകാഴ്ചയാകേണ്ടവരാണ്. അല്ലാതെ പൊക്കി സിംഹാസനത്തിൽ വയ്ക്കുന്ന പരിപാടിയല്ല ദൈവത്തിൻ്റെ മാർഗം. കർത്താവായ യേശുവിൻ്റെ മാർഗം അതായിരുന്നു. തൻ്റെ സ്വന്തം ശിഷ്യനാലാണ് പിടിക്കപ്പെട്ടത്. ഒടുവിൽ തൻ്റെ ശിഷ്യന്മാരെല്ലാം വിട്ടുപോയി. ക്രൂശിൽ കിടക്കുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാൻ പോലും ഒരുത്തരില്ലായിരുന്നു. യോഹന്നാൻ സ്നാപകൻ, യേശുവിനെ സ്നാനപ്പെടുത്തിയ യോഹന്നാൻ സ്നാപകൻ, തൻ്റെ പുരോഹിതൻ്റെ അപ്പൻ പുരോഹിതനാണ്, വലിയ ബംഗ്ലാവിൽ താമസിക്കുന്ന മരുഭൂമിയിൽ നിന്ന് പ്രസംഗിക്കുക. ഏറ്റവും കൂടുതൽ വർജനം അനുസരിച്ചവൻ, വെട്ടുക്കിളി തിന്നുകൊണ്ട് കിടന്നവൻ, ഒരു വീട്ടിലെ സുഖം അനുഭവിച്ചിട്ടില്ല. യേശുവിനെ സ്നാനപ്പെടുത്തിയവനാണ്, യെരുശലേമിനെ കുലുക്കിയതാണ്. പക്ഷേ ഇപ്പോൾ അവൻ്റെ തല കണ്ടിച്ച പാപിയായ സ്ത്രീയുടെ മുമ്പിൽ ഒരു താലത്തിൽ വെച്ചിരിക്കുകയാണ്. നിങ്ങൾ ഓർത്തിട്ടുണ്ടോ? ഇത്ര വലിയവൻ അവൻ്റെ തല എവിടെയാണ് വെച്ചിരിക്കുന്നത്? ആ പാപിയായ സ്ത്രീ, അവർ തലയ്ക്ക് തുപ്പുന്നുണ്ടായിരിക്കും. നീ ആ വലിയ വിശുദ്ധനെന്ന് പറഞ്ഞ് ചിലപ്പം കാലുകൊണ്ട് തൊഴിക്കുന്നുണ്ടായിരിക്കും. അതാണ് അവൻ്റെ മാർഗം. കർത്താവിൻ്റെ ദാസനാകുന്ന പൗലോസ് ഇത്ര വലിയ നഷ്ടങ്ങൾ സഹിച്ച്, എല്ലാ നഷ്ടങ്ങളും സഹിച്ച് മുൻപോട്ട് വന്ന പൗലോസിന് ഒടുവിൽ കാണുന്നത് ബന്ധനസ്ഥനായി കിടക്കുകയാണ്. ഒടുവിൽ പറയും, ദേമാസം വിട്ടുപോയി, തിമോത്തിയോസേ നീ വരണം എന്ന് പറഞ്ഞു. അവൻ്റെ പുതപ്പുണ്ട്,
അതുകൊണ്ട് അത് കൊണ്ടുവരണം. ഒടുവിൽ തീമോത്തിയോസ് ചെന്നപ്പോൾ പൗലോസിനെ കാണാൻ കഴിഞ്ഞില്ല. അറിഞ്ഞെന്താണ്? അവൻ്റെ തല വെട്ടിക്കളഞ്ഞു, അവൻ്റെ ജഡം തള്ളിക്കളയാനിടയായി. ഇതാണ് മാർഗം, ഇതാണ് ഏക മാർഗം. എന്നാൽ ഇന്ന് കേരളത്തിലെ നേരെ തിരിച്ചാണ്. ഈ മാർഗം ഏതാണ് നിങ്ങളെന്ന് ഓർപ്പിക്കാനാണ് എന്നെ ദൈവം ഇങ്ങോട്ട് അയച്ചത്. ശരിയായ മാർഗം ഏതാണെന്ന് ഓർപ്പിക്കാൻ. ഞാൻ ഈ കഴിഞ്ഞിടയിൽ എത്ര പ്രാവശ്യം ജയിലിൽ കിടന്ന, ജമ്മു തന്നെ 2 പ്രാവശ്യം സെൻട്രൽ ജയിലിൽ കിടന്നു. ഇപ്പം തന്നെ 3 കേസ് എൻ്റെ നേരിലുണ്ട്. 3-4 കേസ് ജയിച്ചു കഴിഞ്ഞു. ഹൈക്കോർട്ടിലും കേസ് നടക്കുന്നുണ്ട്, മറ്റു കേസ് നടക്കുന്നുണ്ട്. മതപരിവർത്തനം എന്ന് പറഞ്ഞു എന്നെ ജമ്മുവിൽ കൈ കെട്ടി കുറ്റവാളി എന്ന പോലെ ബലങ്ങ് വെച്ചിട്ട് ചെയിനും പിടിച്ച് എത്ര നടത്തിയിട്ടുണ്ട്, എത്ര പ്രാവശ്യം. ഞാൻ ക്ലാസ് 1 ഓഫീസറായി ഇരുന്നപ്പോൾ എന്നെ കാണുന്ന പോലീസ് ഓഫീസർ പോലും സല്യൂട്ട് അടിക്കുമായിരുന്നു. ഇപ്പോഴെങ്ങനെയാണ് എന്നെ കുറ്റവാളിയായിക്കൊണ്ടാണ്. അതെല്ലാം പോലെ എനിക്ക് എന്ത് സന്തോഷം ഉണ്ടായെന്നറിയാമോ? എന്താ പറയുന്നത്? നിന്ദയുടെ മാർഗം, അപമാനത്തിൻ്റെ മാർഗം, കഷ്ടത്തിൻ്റെ മാർഗമാണ് പുതിയ യെരൂശലേമിൻ്റെ മാർഗം. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, എൻ്റെ അനുകാരികളാകുകയും ഞാൻ പോകുന്ന ഇതാണ് പാത. ആകയാൽ പ്രിയ ദൈവജനമേ, മക്കൾക്ക് ഈ ഭൂമിയിൽ വില കൊടുക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുകയാണ്. ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട് ഇന്നത്തെ നോക്കിയാൽ, ഉദാഹരണമായി എൻ്റെ ഭാര്യ ഇവിടെയുണ്ട്. ഞാൻ വിചാരിച്ചു നിങ്ങളെ ഓർപ്പിക്കാനായിട്ട് പറയുകയാണ്. ഞാൻ ഗൾഫ് രാജ്യത്ത് പേർഷ്യയിലാണ്. ഞാൻ പേർഷ്യയിൽ ജോലി ചെയ്തു, മണലാന്യത്തെ കഷ്ടപ്പെട്ട് ജോലി ചെയ്തുകൊണ്ട് എൻ്റെ ഭാര്യയ്ക്കൊരു 20 ലക്ഷം രൂപ അയച്ചു കൊടുത്തു. ഭാര്യയോട് പറഞ്ഞു, ഭാര്യയെ നീ ഒരു അല്പം വസ്തു മേടിച്ച് ഒരു ചെറിയ പെരയുണ്ടാക്കുക. ഞാനിവിടെ വളരെ കഷ്ടപ്പെടുന്നുണ്ട്, ഇനി ഇവിടെ കഷ്ടപ്പെടാനാക്കരുത്. നീ എൻ്റെ ഭാര്യയ്ക്ക് പണം കിട്ടിയപ്പോൾ ഒരു ചിന്ത, എൻ്റെ ഭർത്താവ് പേർഷ്യയിലാണല്ലോ, ഞാൻ അതിൻ്റെ ഓജസ്സിനനുസരിച്ച് ജീവിക്കണമല്ലോ. ചെന്നൊരു കാറൊക്കെ മേടിച്ചു, കുറച്ച് സാരിയൊക്കെ മേടിച്ചു. അപ്പോൾ ആ കാറിനകത്തൊക്കെ നാത്തരമ്പ് നല്ല പെർഫ്യൂമൊക്കെ ഇട്ട് നല്ലതാണ്. എന്താ, എൻ്റെ ഭർത്താവ് ഗൾഫിലാണ്. അതിൻ്റെ പിന്നെ 10-50,000 രൂപ കൊടുത്ത് കുറച്ച് സ്ഥലവും മേടിച്ചിട്ടു. ഒടുവിൽ 6-7 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ വരികയാണ്. ഞാൻ പറഞ്ഞു, ഭാര്യയെ ഞാൻ വരികയാണ്. അപ്പോൾ എൻ്റെ ഭാര്യ തിരുവനന്തപുരത്ത് നല്ലൊരു പുതിയ കാറിൽ നല്ല സാരി എടുത്ത് നല്ല തിളങ്ങി വന്ന് നിൽക്കുകയാണെങ്കിൽ നോക്കിയപ്പോൾ, സ്റ്റേഷനിൽ നോക്കിയപ്പോൾ തന്നെ എയർപോർട്ടിൽ നോക്കിയപ്പോൾ ഭാര്യ നല്ല സുന്ദരിയായി നിൽക്കുന്നു. ഉടനെ കാറിൽ കയറിയപ്പോഴും കാറ് നല്ല മണം. ഒടുവിൽ ഓടിച്ച് ഇവിടോട്ട് വന്നു, കുന്നംകുളത്ത്. നമ്മുടെ വീട് എവിടാ? ഉടനെ തേണ്ട ഇവിടെ 10-50,000 രൂപ കുറച്ച് സ്ഥലം മേടിച്ചിട്ടിട്ടുണ്ട്, നിങ്ങൾ ഒന്നുകൂടെ പോയിട്ട് കഷ്ടപ്പെട്ടിട്ട് വാ, പിന്നെ നമുക്ക് വീട് വയ്ക്കാം എന്ന് പറയാം. അത് നല്ലത് തന്നെ. കാരണം എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ് ഗൾഫിലായതുകൊണ്ട് ഞാനും സുഖിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ വേറൊന്നുണ്ട്, എൻ്റെ ഭർത്താവ് അവിടെ കഷ്ടപ്പെടുകയാണ്. 20 ലക്ഷം രൂപ അയച്ചു, വസ്തു മേടിച്ചു, വീട് പണി തുടങ്ങി. ഒടുവിൽ വേലക്കാരെ കിട്ടുന്നില്ല, പണം കുറഞ്ഞു. ഉണ്ടായിരുന്ന സാരിയും മറ്റ് സാധനങ്ങളൊക്കെ വിൽക്കാവുന്നതൊക്കെ വിറ്റ് വേലക്കാരെ നിർത്തി. എങ്ങനെയെങ്കിലും എൻ്റെ ഭർത്താവ് വരുന്നതിന് മുൻപേ വീട് തീർക്കണം, കഷ്ടപ്പെടുക. ഒടുവിൽ വന്നപ്പോൾ വേലക്കാരെയും കിട്ടാതായി. സ്വന്തമായിട്ട് സിമെൻറ്റ് കോരാൻ തുടങ്ങി. സിമെൻറ്റ് കോരി കൈയെല്ലാം കട്ടിയായി, മുഖമെല്ലാം കറുത്തു. ഉണ്ടായിരുന്ന നല്ല സാരിയെല്ലാം വിറ്റു, ചെരുപ്പൊക്കെ വിൽക്കാതെ വിറ്റ് കാര്യങ്ങൾ എങ്ങനെയെങ്കിലും വീടിൻ്റെ പണി തീർത്തപ്പോഴാണ് കത്ത് വരുന്നത്, ഞാൻ വരുന്നു. ഉടനെ എൻ്റെ ഭാര്യ ഒരു ലൈൻ ബസ്സിൽ കയറി എയർപോർട്ടിൽ വന്നു. നോക്കുമ്പോൾ കറുത്ത് മെലിഞ്ഞ് വസ്ത്രം കീറിയ ഒരു സാരി ഉടുത്തുകൊണ്ട് നിൽക്കുക, ചെരുപ്പുമില്ല. സഹോദരി, നീ എന്താ ഇത്ര ക്ഷീണിച്ചിരിക്കുന്നത്? ഓ, സാരമില്ല. എന്താ നിൻ്റെ സാരിയൊക്കെ എങ്ങനെ? ഒന്നുമില്ല സാരി. എങ്ങനെയാണ് നീ വന്നത്? ഞാൻ ബസ്സിലാണ് വന്നത്. നിങ്ങളുടെ കയ്യിൽ പണമുണ്ടെങ്കിൽ നമുക്ക് പോകാം. അപ്പോൾ എൻ്റെ കയ്യിലുള്ള പണം കൊണ്ട് ഒരു കയറും എടുത്ത് ഒരു കാറെടുത്ത് വന്നു. കുന്നംകുളത്ത് വന്നപ്പോൾ മനോഹരമായൊരു വീട്. അതിൻ്റെ പോർട്ടിക്കയിൽ കൊണ്ട് കാർ കൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞു, ഇത് നമ്മുടെ വീടാണ്. നിങ്ങളവിടെ കഷ്ടപ്പോൾ ഇതെൻ്റെയും ഉത്തരവാദിത്വം. അതുകൊണ്ട് സാരിയൊക്കെ അങ്ങ് വിറ്റു. മുടി വേലക്കാരെ കിട്ടാതെ ഞാൻ തന്നെ കൈകൊണ്ട് അധ്വാനിച്ച് അങ്ങനെ കറുത്തു പോയതാ. സാരമില്ല. അങ്ങനെയുള്ള ഭാര്യയോട് ഞാൻ എന്ത് പറയും? വിശ്വസ്തയായവളേ എന്ന് പറയും. നമ്മുടെ കർത്താവ് കൈകൾ മുഴുവനും ആണികൾ അടിക്കപ്പെട്ടവൻ, കൈകൾ അടിക്കപ്പെട്ടവനായി അക്കരെ നിൽക്കുന്നു.
അവൻ്റെ പിന്നാലെ പോയ വിശുദ്ധന്മാരെല്ലാം കഷ്ടങ്ങൾ കൂടെ വില കൊടുത്ത മക്കളാണ്. ആ വില കൊടുത്ത മക്കളെല്ലാം ലൈനിൽ നിൽക്കുമ്പോൾ പ്രിയ ദൈവവേദനെ നിൻ്റെ സ്ഥാനം എവിടെയായിരിക്കും? വിശുദ്ധന്മാരെല്ലാം നിരയായി നിൽക്കുകയാണ്. പൗലോസിനോട് ചോദിക്കാം, പൗലോസേ നിൻ്റെ പുറത്ത് ഇത്ര പാടുകൾ കാണുന്നല്ലോ. ഗലാത്യർ 5:17 വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. ഗലാത്യർ 5:17 വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം, പ്രാർത്ഥിക്കാം. ഗലാത്യർ 5:17. ജഡാഭിലാഷം ആത്മാവിനും ഗലാത്യർ 6:17 വായിച്ചാൽ. ഇനി ആരും എനിക്ക് പ്രയാസം വരുത്തരുത്. ഇനി ആരും എനിക്ക് പ്രയാസം വരരുത്. ഗലാത്യർ 6:17. ഞാൻ യേശുവിൻ്റെ ചൂടടയാളം എൻ്റെ ശരീരത്തിൽ വഹിക്കുന്നു. ഞാൻ യേശുവിൻ്റെ ചൂടടയാളം എൻ്റെ ശരീരത്തിൽ വഹിക്കും. ഹല്ലേലൂയ. വിശുദ്ധന്മാരെല്ലാം ക്യൂ ലൈനായി നിൽക്കുമ്പോൾ പൗലോസ് അവിടെ നിൽക്കുകയാണ്. പൗലോസ് സഹോദര, നീ ഇത്ര ചാട്ടവാറിനാൽ അടികൊണ്ടല്ലോ, ഇത്ര കല്ലേറുകൊണ്ടല്ലോ. അപ്പം പൗലോസ് പറയും, എൻ്റെ ജ്യേഷ്ഠനെ നോക്ക്, അവൻ്റെ കൈകളിൽ ഇപ്പോഴും ആണിപ്പഴുതുണ്ട്, അവൻ്റെ മുഖത്ത് തുപ്പിയത്, അവൻ്റെ തലയ്ക്ക് ആണി കൊണ്ട് അടിച്ച് അവൻ്റെ തലയ്ക്ക് മുൾക്കിരീടം വെച്ചത്. എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ ഒരിക്കലും പാപം ചെയ്തിട്ടില്ലാത്ത അവൻ ഇത്രയും കഷ്ടപ്പെട്ടെങ്കിൽ സഭയെ ഉപദ്രവിച്ചവനായി ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടതൊന്നും വലിയ കാര്യമല്ല. അങ്ങനെ വിശുദ്ധന്മാർ നിൽക്കുമ്പോൾ ഇത് സത്യമാണ് ഞാൻ പറയുന്നത്. ഇതാണ് സത്യമായ പാൽ. അല്പം പോലും മായം ചേർക്കാത്ത പാലാണ് ഞാൻ നിങ്ങൾക്ക് വിളമ്പിത്തരുന്നത്. ഒരു സൈക്കോളജി ഇല്ലാത്തത്. ഈ വചനമാണ് നിങ്ങളെ ന്യായം വിധിക്കാൻ പോകുന്നത്, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് മാത്രമാണ് മാർഗം. പുതിയ യെരൂശലേമിൽ സിംഹാസനിരിക്കുന്നവരെല്ലാം വില കൊടുത്തവരാണ്. ഹല്ലേലൂയ. കർത്താവ് വില കൊടുത്തു, പുത്രൻ വില കൊടുത്തു, മക്കളെല്ലാവരും വില കൊടുത്ത് പൂർണ്ണരായി തീർന്നവരാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ സുവിശേഷത്തിന് എത്ര പേര് ഒരുങ്ങും? ഒരു ചെറിയ സംഭവം പറഞ്ഞിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആഫ്രിക്കയിൽ നിന്ന് ഒരു മിഷണറി മടങ്ങി വരികയായിരുന്നു. 42 വർഷത്തെ ആഫ്രിക്കയിൽ അന്ന് ഇന്നത്തെ സ്തോത്രികൾ എന്ന് ദുഷ്ടമൃഗങ്ങളെല്ലാം ഉള്ളിടത്താണ്. അദ്ദേഹം പോയപ്പോൾ ഭാര്യയും 2 മക്കളുമായിട്ടാണ് പോയത്. മക്കൾ മലേറിയ രോഗം കൊണ്ട് മരിച്ചു, അവരെ അടക്കി. ഒടുവിൽ ഭാര്യയും മലേറിയ അതുകൊണ്ട് അടക്കി. 42 വർഷമായിട്ട് ആദ്യമായിട്ട് ന്യൂയോർക്കിലേക്ക് മടങ്ങി വരികയാണ്. മടങ്ങി വരുമ്പോൾ ഒരു വലിയ കപ്പൽ യാത്ര ചെയ്യുക, പ്രായമായി വെച്ച് വരികയാണ്. അതേ കപ്പലിൽ അമേരിക്കൻ പ്രസിഡൻറ്റ് ഒരാഴ്ചത്തേക്ക് വേട്ടയാടാനായിട്ട് വന്നു ആഫ്രിക്കയിൽ വന്യമൃഗങ്ങളെ. അദ്ദേഹം തിരിച്ചു വരികയാണ്. അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ ഒരു ബാൻഡും എല്ലാം കൂടി ഒത്തിരി പേര് അദ്ദേഹത്തെ സ്വീകരിച്ചു കൊണ്ടുപോയി. ഈ പ്രായമുള്ള ആൾ 42 വർഷം ആഫ്രിക്കയിൽ കഷ്ടപ്പെട്ടവൻ തൻ്റെ സൂട്ട് കേസ് എടുത്തുകൊണ്ട് വരികയാണ്. അപ്പം ഈ കപ്പലിൽ വെള്ളം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുകൊണ്ട് തനിക്ക് അങ്ങോട്ട് കടക്കാൻ പ്രയാസം, വിറയ്ക്കുന്നുണ്ട്. ഉടനെ പറഞ്ഞു, എൻ്റെ ദൈവമേ, അമേരിക്കൻ പ്രസിഡൻറ്റ് ഒരാഴ്ചത്തേക്ക് വന്നപ്പോൾ അവനെ സ്വീകരിക്കുന്ന എത്ര ബാൻഡും ബഹളവും ഉണ്ടായിരുന്നു. ഞാൻ 42 വർഷം നിനക്ക് വേണ്ടി കഷ്ടപ്പെട്ടു. എൻ്റെ ഭാര്യ, എൻ്റെ 2 മക്കളും അവിടെ നിനക്ക് വേണ്ടി നിൻ്റെ വയലിൽ അധ്വാനിച്ചു. എൻ്റെ ഈ സൂട്ട് കേസ് പിടിക്കാൻ ഒരുത്തർ പോലും ഇല്ലല്ലോ. അപ്പോൾ കർത്താവ് പറഞ്ഞു, അമേരിക്കൻ പ്രസിഡന്റ് അവൻ്റെ വീട്ടിലോട്ട് വന്നപ്പോൾ അവനെ സ്വീകരിച്ച്, നീ എൻ്റെ വീട്ടിലോട്ട് വാ, അപ്പോൾ ഞാനും ദൂതന്മാരും കൂടെ നിന്നെ സ്വീകരിക്കുന്നത് എങ്ങനെയായിരിക്കുമെന്ന് നിനക്കറിയാം. അത് കേട്ടപ്പോൾ അവൻ സന്തോഷത്താൽ നിറഞ്ഞു. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, മക്കളാണെങ്കിൽ അവകാശികളാണെങ്കിൽ അവനോടുകൂടെ കഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ ഒക്കുള്ളൂ. അവനോടുകൂടെ സഹിക്കുകയാണെങ്കിൽ അവനോടുകൂടെ വാഴും. തേജസ് ലഭിക്കണമെങ്കിൽ കഷ്ടതയാകുന്ന തേജസ്. ആ കഷ്ടത സഹിക്കുന്നത് എങ്ങനെ? അവൻ നമ്മെ അവൻ്റെ കരത്തിൽ വെച്ചുകൊണ്ടാണ്, കൃപ പ്രാപിച്ചുകൊണ്ട്. കർത്താവേ, ഞങ്ങൾ അനേക കഷ്ടങ്ങളിൽ കൂടെ, എൻ്റെ ഭാര്യ ഇവിടെ കൊണ്ട് ചോദിച്ചാൽ പറയും എത്ര കഷ്ടങ്ങളിൽ കൂടെ ഞങ്ങൾ പോയി. ഞങ്ങളെ നിർത്തിയത് കർത്താവ്, ഞങ്ങളുടെ മിടുക്കല്ല, അവൻ്റെ കരത്തിൽ വെച്ചിരുന്നതുകൊണ്ട് ഞങ്ങൾ ഇന്നുവരെ നിൽപ്പാനിടയായി. ആകയാൽ കുന്നംകുളത്തുള്ള ദൈവജനമേ, മായം ചേർത്ത പാല് കുടിച്ച് നിങ്ങൾ നശിച്ചു പോകാതെ ഈ ശുദ്ധമായ പാല് കുടിക്കുവാൻ
ഞാൻ നിങ്ങളോട് കർത്താവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ഈ ശുദ്ധമായ പാൽ വചനപ്രകാരം ഈ പാൽ കുടിക്കാമെങ്കിൽ നിങ്ങൾ മക്കളും അവകാശികളുമായി നിങ്ങളെ കാണുമ്പോൾ സാത്താൻ ഓട്ടം തുടങ്ങും. ഇതാ പുത്രൻ വരുന്നു, ഇതാ പുത്രൻ വരുന്നു. ഇന്നലെ ഞങ്ങളിവിടെ ഗുരുവായൂരിൽ പോയത് കാണാനല്ല, ഓടിക്കാനാണ് പോയത്, യുദ്ധം ചെയ്യാനാണ് പോയത്. ആനക്കൂട്ടിലെല്ലാം കയറി നടന്നത് അതിൽ കൂടി വന്നിക്കാനല്ല പോയത്, ഓടാനുള്ള സമയമായി. ദൈവത്തിൻ്റെ പുത്രന്മാർ വെളിപ്പെടാൻ പോകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുന്നംകുളത്തുള്ള ദൈവജനമേ, കർത്താവിൻ്റെ മക്കളായി ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ മകനാണ്, കൂട്ടവകാശിയാണ്. എനിക്കവൻ അധികാരം തന്നിട്ടുണ്ട്. സാത്താനെ മുട്ടുകുത്ത്. നിൻ്റെ തന്ത്രങ്ങളൊന്നും ഞാൻ കേൾക്കാൻ പോകുന്നത്. സാത്താനെ മുട്ടുകുത്ത്. നിനക്കെൻ്റെ മുൻപിൽ നിൽക്കാൻ കഴിയില്ല, നീ മുട്ടുകുത്തിയേ മതിയാകും. പ്രാർത്ഥിക്കാം, അല്പനേരം നമുക്ക് പ്രാർത്ഥിക്കാം. അല്പസമയം, അധിക സമയം, അല്പസമയം നമുക്ക് പ്രാർത്ഥിക്കാം. സാത്താനെ, നിനക്ക് മുട്ടുകുത്തിയേ മതിയാകുള്ളൂ. സാത്താനെ, സാത്താൻ്റെ സൈന്യമേ, നീ മുട്ടുകുത്തിയേ മതിയാകുള്ളൂ. അല്ലാതെ നിനക്ക് യാതൊരു മാർഗവുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാളെ രാവിലെ 10 മണിക്ക് ബൈബിൾ ക്ലാസ് ഉണ്ടായിരിക്കും. രാവിലെ 10 മണിക്ക്. അതുകൂടാതെ വൈകിട്ടും കൃത്യം 6 മണിക്ക് ബൈബിൾ ക്ലാസ് ഉണ്ടായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹാപരിശുദ്ധനായ സ്വർഗസ്ഥ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞങ്ങൾ വീണ്ടും നന്ദി ഹൃദയത്തോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങേ വൃദ്ധനിലൂടെ നിർമ്മലമായ സുവിശേഷം സമൃദ്ധിയായി അങ്ങേ സന്നിധിയിലായേക്ക് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കർത്താവേ മനസ്സിലാകത്തക്ക വിധത്തിൽ, ഗ്രഹിപ്പാൻ തക്ക വിധത്തിൽ ഇന്ന് ഞങ്ങൾക്ക് തന്നതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. തുടർന്നുള്ള നാളുകളിലും കർത്താവെ അവിടുത്തെ നിർമ്മല സുവിശേഷം കേൾപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് യോഗ്യരാക്കി തീർക്കുമാറാകണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈ ലോകമോഹങ്ങളെ വിട്ട്, ജഡമോഹങ്ങളെ വിട്ട് അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിപ്പാൻ മാത്രം കൃപ ഞങ്ങൾക്ക് നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദുരുപദേശങ്ങളെ വിട്ട് അവിടുത്തെ സത്യത്തിലും നീതിയിലും നിൽപ്പാൻ, നടപ്പാൻ ഞങ്ങൾ ഓരോരുത്തരെയും യോഗ്യരാക്കി തീർക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ്റെ ഭാവമുള്ളവരായി തീരുവാൻ, യേശു ക്രിസ്തുവിൻ്റെ സ്നേഹമുള്ളവരായി തീരുവാൻ, യേശു ക്രിസ്തുവിൻ്റെ താഴ്മ ധരിപ്പാൻ, യേശു ക്രിസ്തുവിൻ്റെ കർത്താവെ സഹിഷ്ണുതയുള്ളവരായി തീരുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും അവിടുന്ന് പ്രാപ്തരാക്കി തീർക്കുന്ന കൃപയ്ക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഇത്രത്തോളം അങ്ങ് ഞങ്ങളെ അനുഗ്രഹിച്ചതിനായി, വഴി നിർത്തിയതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. അങ്ങേ ദാസനെ കർത്താവെ ഇനിയും ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ. അനേകരിലേക്ക് നിർമ്മല സുവിശേഷം പകർന്നു കൊടുപ്പാൻ അവിടുന്ന് കർത്താവെ അഭിഷേകം ചെയ്തിരിക്കാൻ ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ താഴ്മയോടെ താഴ്ത്തി സമർപ്പിക്കുന്നു, ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും കർത്താവാം യേശു ക്രിസ്തുവിൻ്റെ കൃപയും നമ്മെ ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ കാവലും കൂട്ടായ്മയും ഭൂമിയിലെ സകല വിശുദ്ധന്മാരോടൊപ്പം യേശു കർത്താവിൻ്റെ 2ാം നാൾ വരുവരെയും ഇരിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് ജയം തന്ന കർത്താവിന് നന്ദിയോടെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. യേശുവേ വേഗം വരണമേ. ദൈവമേ നന്ദി, ദൈവമേ സ്തുതി, ദൈവമേ സ്തോത്രം. സൗഖ്യത്തിൻ്റെ